യോഹന്നാൻ എഴുതിയ സുവിശേഷം അത് 7-ാം അധ്യായത്തിൻ്റെ 37-38 വചനങ്ങളെ വായിക്കാം. യോഹന്നാൻ 7:37-38. ഉത്സവത്തിന്റെ മഹാദിനമായി, ഉത്സവത്തിൻ്റെ ഈ ദിവസങ്ങളിലായി ഇവിടെ ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. ഹല്ലേലൂയ. ഈ മഹാദിവസത്തിൽ യേശു, ഞാനല്ല, യേശു നിന്നുകൊണ്ട് പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ജീവജലത്തിന്റെ നദി ഒഴുകുമെന്നല്ല, പിന്നെയോ നദികൾ ഒഴുകും. ഇവിടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന അനേക നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നദികൾ ഒഴുകപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇരു കരകളിലും ജീവവൃക്ഷങ്ങൾ നിൽക്കും. ആ ജീവവൃക്ഷത്തിന് ഫലമുണ്ട്. അതിൻ്റെ ഇല സൗഖ്യമുണ്ടാകുന്നതിന് പറ്റിയതാണ്. ഹല്ലേലൂയ. ഈ ജീവജല നദി സഭയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ജനങ്ങൾക്ക് ജീവജല നദിയുടേതായ ആ ശക്തിയിനാൽ ഇവിടെ വ്യാധിസ്ഥർ ഉണ്ടാകത്തില്ല, രോഗികളില്ല, നിങ്ങളെല്ലാം സൗഖ്യമുള്ളവരാണ്. ഹല്ലേലൂയ. കാരണം എന്താണ്? ജീവജല നദി ഒഴുകുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പുതുതായിട്ട് പലരും ഇവിടെ വന്നത് കണ്ടപ്പോൾ വളരെ എനിക്ക് സന്തോഷമായി. എന്താണെന്ന് ചോദിച്ചാൽ, ഈ വന്നിരിക്കുന്ന സകല ജനങ്ങളെയും ഹല്ലേലൂയ അനുഗ്രഹിച്ച ദൈവം ഇന്ന് പാൽക്കാലം വന്നിരിക്കുന്നതായ ചുരുക്കം ചില ആളുകൾ, അവരെ കർത്താവ് അനുഗ്രഹത്തോടെ ഇവിടെ നയിക്കും. ലോകത്തിൽ പല പ്രശ്നങ്ങളും വേദനകളും രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ ഈ ജീവജല നദി ഒഴുകുന്ന സ്ഥാനത്ത് വരുമ്പോൾ നിങ്ങളുടെ രോഗം പോകും, നിങ്ങളുടെ പ്രയാസം മാറും, നിങ്ങളുടെ കഷ്ടം മാറും. കർത്താവിൻ്റെ കര നിങ്ങൾക്ക് മേലായി കടന്നു വന്ന നിങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തും, ബലപ്പെടുത്തും. കർത്താവ് നിങ്ങളോട് കൂടെ വരും. നിങ്ങൾ തനിയെ പോകത്തില്ല, കർത്താവ് കൂടെ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസം നമുക്ക് ഓരോരുത്തർക്കും ദേവൻ അനുഗ്രഹങ്ങളെ തരുവാൻ. രാവിലെ ഒരു ആരാധന കഴിഞ്ഞു. ആ ആരാധന തൃപ്തിയാകാത്തതുകൊണ്ട് ഇന്നും എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ പലരും ഇന്ന് മടങ്ങിപ്പോയിട്ടില്ല. ഇവിടെ പലരും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ദൈവത്തെ ആരാധിച്ചാലും തൃപ്തി വരത്തില്ല. ഹല്ലേലൂയ. ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും ദാഹിക്കും, പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്നവനോ, കർത്താവ് പറഞ്ഞു, ഞാനല്ല, കർത്താവ് പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. ദാഹിക്കാത്തൊരു വെള്ളമാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വെള്ളം ആർക്കെല്ലാം കുടിക്കുവാൻ കഴിയുമോ, ആർക്കെല്ലാം കുളിക്കുവാൻ കഴിയുമോ, അതെല്ലാം ഭാഗ്യശാലികളാണ്. ഞങ്ങൾ ഇവിടുന്ന് രാമേശ്വരത്തിലുള്ള ആ കഥ ഞാൻ ഇന്ന് ഞങ്ങളുടെ അനുഭവം പറയാമെന്ന് വിചാരിക്കുകയാണ്. അതിനിടയിൽ കയറി വന്ന ഒരു കാര്യത്തെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഈ ശുശ്രൂഷയുടെ മുഖത്ത് ഒത്തിരി പ്രയാസവും കഷ്ടവും എല്ലാം നിറഞ്ഞപ്പോൾ ഹൃദയത്തിന് അല്പവേദന തോന്നി. കുറച്ച് നാൾ പോയി ഒരിടത്തിൽ നിന്ന് അങ്ങ് പ്രാർത്ഥിക്കാം, ഈ പ്രവർത്തനങ്ങളെല്ലാം ഞെരുക്കം തരുന്നല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ദൈവം ഒരു ദർശനം തന്നു. അതെന്താണ് ദർശനം എന്ന് ചോദിച്ചാൽ, ഒരു നദി ഇങ്ങനെ ഒഴുകി വരികയാണ്. ആ നദി വളരെ തണുപ്പുള്ളതായ ഒരു വെള്ളം ഒഴുകുന്ന നദിയാണ്. ഞാൻ അതിനെ ഇങ്ങനെ കോരി അതിനെ വായിൽ വെച്ച് കുടിക്കുന്നുണ്ട്. അതിനെ കയ്യിലെടുത്ത് ഞാൻ പറയുകയാണ്, ഈ നദി കേരളത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദിയാണ്, അത് തമിഴ്നാട്ടിലോട്ട് ഒഴുകി വരികയാണ്. നോക്കുക, അതിൻ്റെ കുളിരാന ആ വെള്ളം നിങ്ങൾ നോക്കുക എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പിന്നെയും ഉറപ്പിച്ച് നിർത്തുവാൻ ദൈവം ആ ഒരു സ്വപ്നം, ആ ഒരു ദർശനം എനിക്കിടയാക്കി. ഹല്ലേലൂയ. കേരളത്തിൽ നിന്ന് അനേകം നദികൾ പൊട്ടിപ്പുറപ്പെട്ടു പോവുകയാണ്.
ദേശത്തിലിരിക്കുന്ന വരണ്ട നിലങ്ങളെ എല്ലാം പുഷ്ടിപ്പെടുത്തുവാൻ ആ നദി കടന്നു ചെല്ലും. ഹല്ലേലൂയ. ഇന്ന് ഈ അവസാന ദിവസത്തിൽ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അനേകർ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരാണ്, സുവിശേഷ വേല ചെയ്യുന്നവരാണ്, പാസ്റ്ററോടും കുടുംബത്തോടും നിങ്ങൾ ചേർന്ന് നിന്ന് ഫുൾ ടൈം കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ, പാർട്ട് ടൈമായി ചെയ്യുന്നവർ, പലരും ആഗ്രഹമുള്ളവർ ഒക്കെ ഉണ്ട്. എന്നാലും ഇന്ന് ഒന്നുകൂടെ ഒരു പുതുപ്പിക്കുന്ന ഒരു അനുഭവം, ഇന്ന് ഒന്നുകൂടെ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ നിങ്ങൾ നിൽക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ലാസ്റ്റിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടങ്ങൾ കണ്ട് പതറിപ്പോകരുത്. പാസ്റ്റർ പല അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, നമ്മളും അനുഭവം പറയുന്നുണ്ട്, ഇതുപോലെ പറയുവാൻ ഒത്തിരി പേർക്ക് അനുഭവങ്ങളുണ്ട്. നിശ്ചയമായിട്ടും ആ അനുഭവങ്ങളെല്ലാം വേസ്റ്റ് അല്ല. അന്ന് ഈ കട്ടടം കെട്ടുമ്പോൾ പാസ്റ്റർ വേല ചെയ്യുന്ന ആളുകൾ ഇറങ്ങി വേല ചെയ്യുമ്പോൾ ഒരിടത്ത് പോയി മുഴങ്ങാൽ മടക്കി അന്യ ഭാഷകളിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ആമേൻ. ദൈവം കെട്ടി, ദൈവം അതിൻ്റെ ആവശ്യം നിറവേറ്റി. ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുമ്പോൾ ദൈവം അവിടെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തോടു കൂടെ ചേർന്ന് നിൽപ്പാൻ നമ്മൾ ആഗ്രഹിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയാൽ ദൈവം കഴിഞ്ഞ ഏതാണ്ട് 71 നിന്ന് 79 വരെ രാമേശ്വരത്തിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിൻ്റെ പ്രദേശങ്ങളിലും കർണാടകയുടെ ആ ബോർഡറുകളിലെല്ലാം ഞങ്ങളിങ്ങനെ കർത്താവിൻ്റെ വേല പ്രവർത്തിച്ചു കൊണ്ടിരുന്നതായ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് സ്പഷ്ടവും വ്യക്തവുമായി കർത്താവിൻ്റെ ദാസനോട് ഇങ്ങനെ സംസാരിച്ചു, രാമേശ്വരത്തിലോട്ട് പോകണം. ഭാഷ അറിയത്തില്ല. കർത്താവിൻ്റെ ദാസനോട് ദൈവം സംസാരിക്കുമ്പോൾ തന്നെ ദൈവം എന്നോട് ഇടപെട്ടു. ഇങ്ങനെ വീട്ടിൻ്റെ മുറ്റത്ത് പടമൊക്കെ വരച്ച് കോലം വരയുന്നതെന്ന് പറയും, അങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്ന വീട്ടിൻ്റെ അവിടെ പോയി ഇങ്ങനെ ട്രാക്ടറെല്ലാം കൊടുത്ത് അങ്ങനെ പോകുന്നതായ ഒരു കാഴ്ച എന്നെയും ദൈവം കാണിച്ചു. എന്നാൽ ദൈവം ഞങ്ങളോട് പറയുമ്പോൾ മൂത്ത മകന് 7 വയസ്സ്, രണ്ടാമത്തെ മകന് 6 വയസ്സ്, മൂന്നാമത്തെ മകൾക്ക് 2.5 വയസ്സ്, നാലാമത്തെ മകൾ വയറ്റിൽ 7.5 മാസം. ഈ സമയത്താണ് കർത്താവ് ഒരു മിഷനറി വർക്കിന് വേണ്ടി ഭാഷ അറിയാത്ത സ്ഥലത്ത്, ഇവിടെ നല്ല മഴ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും അവിടെ വിളിച്ച് ചോദിച്ചാൽ അവിടെ ചൂടാണ്, ഇപ്പോഴും ചൂടാണ്. ഈ ഞങ്ങളെ അയക്കുന്ന സമയത്ത് 8 വർഷം അവിടെ മഴ പെയ്യാത്ത നേരത്താണ് കർത്താവ് ഞങ്ങളോട് പറഞ്ഞത് അവിടെ പോകാനായിട്ട്. അപ്പോൾ സൂഴ്നിലയെല്ലാം നോക്കിയാൽ പോകാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ എന്നെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, സരോജം നീ കുറച്ച് വെയിറ്റ് ചെയ്ത് പ്രസവം എല്ലാം കഴിഞ്ഞ് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാം, നീ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന്. ഞാൻ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, നാളെ എൻ്റെ ഡെലിവറി എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ ദാസനെ എവിടെ അയക്കുന്നുവോ നിങ്ങളോട് കൂടെ വരുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കർത്താവിൻ്റെ ദാസന് വളരെ സന്തോഷമായി. ഞങ്ങൾ പോകുവാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനോട് ഇങ്ങനെ ഒരു ശബ്ദം കൊടുത്തു, നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി എറണാകുളം സോറ്റാനിക്കരയിലെ ജോയ്ക്കുട്ടി ചാക്കോ 200 രൂപ അയക്കും, ആ കാശുമായിട്ട് നിങ്ങൾ കടന്നു പോകണമെന്ന് കർത്താവ് ഇങ്ങനെ അറിയിക്കുകയായിരുന്നു. ഇത് പറയുമ്പോൾ ഞങ്ങളുടെ കാനറ ബാങ്കിൽ ഒരല്പം പൈസ ഉണ്ടായിരുന്നു. ഈ പൈസയെ ഞങ്ങൾ ആ ദിവസങ്ങളിലെല്ലാം ചെറിയ മിനി ക്രൂസൈഡ് നടത്തുവാൻ തക്കണം ആ കാശുകളെടുത്തെല്ലാം ചെലവഴിച്ചിട്ട് ആ ബുക്കിൽ കിടക്കേണ്ടിയ ഒരു 50 രൂപ, ഇന്ന് 50 രൂപ പറ്റത്തില്ല, അന്ന് 50 രൂപ ഇന്നും ആ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ആ പൈസ മാത്രം ഇട്ടിട്ട് എല്ലാം എടുത്ത് ചെലവഴിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെ മിഷനറി വേലയ്ക്കായിട്ട് ഇവിടെ അനേക മിഷനറികളുണ്ട്. ഹല്ലേലൂയ. മിഷനറികൾക്കായിട്ടാണ് ഞാനിതൊരു പ്രവചനം പോലെ പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പോകുന്ന ഇടത്തിൽ, നിങ്ങൾ കടന്നു പോകുന്ന പാതയിൽ കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കും. ചില ബുദ്ധിമുട്ടുകൾ ഞെരുക്കങ്ങൾ ഇരുന്നാലും ഭയപ്പെടേണ്ട, വിശാലമായൊരു വഴി ദൈവം നിങ്ങൾക്ക് തുറക്കും.
ഹല്ലേലൂയ. അനേക ആത്മാക്കളെ നിങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ളതിന് വേണ്ടി അതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇത് പറയുകയാണ്. അല്ലാതെ ഞങ്ങളുടെ മിടുക്കോ ഞങ്ങളുടെ കഴിവോ ഒന്നുമല്ല ഇതിന്. നമുക്ക് ആർക്കും നമുക്ക് മിടുക്കുമില്ല, കഴിവുമില്ല. നമ്മളെല്ലാം സീറോ. യേശുവാണ് ഹീറോ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ മീറ്റിംഗ് എല്ലാം നടത്തി തീർന്നു. എന്നിട്ട് ഈ പൈസയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മറ്റുള്ളവരോട് സ്വന്തം ബന്ധുമിത്രാദികളോട് പറഞ്ഞാൽ അവർ പറയും തലയ്ക്ക് എന്തോ അല്പം അസുഖമാണ്, ഈ സമയത്ത് പാണ്ടിയിൽ പോകാൻ പറ്റുമോ? പാണ്ടിയിൽ പോയാൽ മനുഷ്യരെ കൊല്ലുന്നവരാണ്. വാസ്തവമാണ്. ഒരു വാച്ചിന് വേണ്ടി കയ്യെ വെട്ടിമുറിച്ചെടുത്തുകൊണ്ട് പോകുന്ന സ്ഥലങ്ങളും അവിടെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥാനത്ത് ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും കൂട്ടി ഇങ്ങനെ ഗർഭിണിയായ ഒരു ഭാര്യയും കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ എന്തോ അല്പം പ്രശ്നമാണ് എന്ന് ചിന്തിക്കത്തക്കതായ ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞ നാളുകളിലൊക്കെയും കർത്താവിനോട് കൂടെ സഞ്ചരിച്ചത് കൊണ്ട് കർത്താവ് എന്തു പറയുന്നുവോ ആ ശബ്ദത്തിന് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മനുഷ്യ ശബ്ദമല്ല നമുക്ക് ആവശ്യം, നമുക്ക് ദൈവ ശബ്ദമാണ് ആവശ്യം. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമുക്ക് ആവശ്യം. മനുഷ്യൻ്റെ ഇഷ്ടത്തിന് മനുഷ്യനെ പ്രിയപ്പെടുത്തുവാൻ ഭാര്യ ഭർത്താവിനെ പ്രിയപ്പെടുത്തി, ഭർത്താവ് ഭാര്യയെ പ്രിയപ്പെടുത്തി, അമ്മ മക്കളെ പ്രിയപ്പെടുത്തി, അമ്മയും അപ്പനും. നേരത്തെ പാസ്റ്റർ പറഞ്ഞല്ലോ മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന്. ആരൊക്കെ എന്തൊക്കെ ഏത് വിധത്തിൽ ചെയ്യണമെന്ന് ബൈബിളിലുണ്ട്, അത് നമ്മൾ ചെയ്യണം. ഞാൻ ഈ പറയുന്നത് യേശുവിനേക്കാൾ അധികമായി ലോകത്തിൽ നമുക്കൊന്നുമില്ല. ആമേൻ. മറ്റതെല്ലാം നമ്മുടെ കടമകൾ, അത് ചെയ്തു തന്നെ ആകണം. എന്നാൽ യേശുവിനെ നമ്മൾ മുഖ്യമായ ഒരു സ്ഥാനം കൊടുക്കുമെങ്കിൽ യേശു പറയുന്നത് നമ്മൾ കേൾക്കും. യേശുവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൽ മുഖ്യമായിട്ടുള്ളത് ഏതാണെന്ന് ഇപ്പം ഞാൻ പറയുമ്പോഴും നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം. എൻ്റെ ജീവിതത്തിൽ ഉദ്യോഗമാണോ? എൻ്റെ ജീവിതത്തിൽ കെട്ടിടമാണോ? എൻ്റെ ജീവിതത്തിൽ ഒരു വാഹനമാണോ? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുള്ള സ്വത്ത് സ്വാതന്ത്ര്യം പണമാണോ? അതോ ഞാൻ മനുഷ്യരെയാണോ? ഏതാണ് ഞാൻ മുൻപേ വച്ചിരിക്കുന്നത്? അതോ ഞാൻ യേശുവിനെയാണോ? അത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചോളണം. നമ്മൾ യേശുവിനെ മുമ്പേ വയ്ക്കുമെങ്കിൽ മറ്റെല്ലാത്തിനും നമ്മളങ്ങ് മറക്കും. പിന്നെ യേശുവാണ് നമ്മുടെ കണ്ണിൽ കാണുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ റെഡിയായി. പോസ്റ്റ്മാൻ വന്നു, പിള്ളേരെയെല്ലാം പോസ്റ്റ്മാൻ വന്നു, കാശ് കിട്ടി. പാസ്റ്റർ ചോദിച്ചു, ഇങ്ങനെ ഇത് ഞങ്ങൾക്ക് 200 രൂപയുണ്ടോ, ആരാണ് അയച്ചതെന്നൊക്കെ ഇവർ ചോദിക്കുമ്പോൾ അതെ ജോയ്ക്കുട്ടി ചാക്കോ അയച്ചിരിക്കുകയാണ്. കാശ് വാങ്ങിച്ചു. ഞങ്ങളുടെ 2 പേരുമായി പ്രാർത്ഥിച്ചു, കർത്താവേ ഇതാണ് ഞങ്ങളുടെ യാത്രയ്ക്കുള്ള കാശ്. കാരണം ബാങ്കിൽ കാശ് കിടക്കുമെങ്കിൽ അവിടെ പോകുന്ന സ്ഥലം നമുക്ക് അറിയപ്പെടാത്ത സ്ഥലം, കഷ്ടം വരുമ്പോൾ ബാങ്കിലുണ്ടല്ലോ, വീട്ടിൽ പോയി അല്പം 2-4 ദിവസം താമസിച്ചിട്ട് അല്പം ഒന്ന് ആശ്വസിച്ച് വരാം എന്നുള്ള ചിന്ത ഉണ്ടാകും. ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഒരു കപ്പൽ നിറയെ ആൾക്കാർ പോയി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അവർ യുദ്ധത്തിന് ഇറങ്ങി കഴിയപ്പോൾ ആ കപ്പലിനെ അവർ ചുട്ടുകളയുകയാണ് ചെയ്തത്. ഈ കപ്പലിൽ തിരിച്ചു വന്ന് കയറരുത്, യുദ്ധം ജയിക്കണം. ഹല്ലേലൂയ. ഇതുപോലെ ഇവിടെ എന്ത് സാധ്യത ഇരിക്കക്കൂടാതെ ദൈവം നടത്തുന്നത് വെച്ച് കടന്നു ചെല്ലണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടെ ഈ 200 രൂപയുമായി ഞങ്ങൾ കുഞ്ഞുങ്ങളും ഞങ്ങളെ ആരും യാത്ര അയക്കാൻ വന്നില്ല. ഞങ്ങളെല്ലാം ഈ 100 കിലോ അരിയുള്ള ചാക്കിനകത്ത് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം കയറ്റി, ഒരു പ്രൊജക്ടർ, പിന്നെ അതുപോലെ ചില മൈക്ക് സെറ്റിൻ്റെ സാധനങ്ങൾ, വീട്ടിലുള്ള പാത്രങ്ങളെല്ലാം, ഒരു പായി തലേണ എല്ലാം അതിനകത്ത് ചാക്കുകളിൽ കയറ്റി ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു. ഒരു സഹോദരൻ നാഗർകോവിൽ വരെ വന്നു. ഞങ്ങൾ പോകാൻ ഇറങ്ങുമ്പോൾ ഒരു ദീർഘദർശിയായ പ്രവാചകിയായ ഒരു സഹോദരി വന്നു. ഞങ്ങളോട് കൂടെ എന്നോട് കൂടെ ഓപ്പൺ എയറിനെല്ലാം നടത്താൻ വരുന്ന ഒരു മേരിക്കുട്ടി എന്ന് പറയുന്ന ഒരു സഹോദരി എന്നോട് അവിടെ വന്ന് ഞങ്ങൾക്ക് പ്രവചിക്കുവാൻ തുടങ്ങി. അബ്രഹാമിനെ പോലെ കാണപ്പെടാത്ത ഒരു ദേശത്തിൽ ഞാൻ അയക്കുന്നു, എന്നാലും നിങ്ങൾക്കൊരു ഛേദവും ഇല്ലാതെ തിരിച്ച് നിങ്ങളുടെ നാട്ടിൽ പിന്നെയും നിങ്ങൾ വരുവാൻ തക്കണം ദൈവം ഇടയാക്കും, ഇത് അവസാന യാത്ര അല്ല എന്നൊക്കെ അനേക കാര്യങ്ങൾ അവിടെ ചെയ്യുവാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ അയച്ചു. ഞങ്ങൾ കടന്നുപോയി. നാഗർകോവിൽ പോകുന്നതിന് മുമ്പേ 2-3 ബസ് മാറിയാണ് ഇതെല്ലാം സാധനത്തെയും മാറ്റി ഒരു പിക്കപ്പ് വേണം അതെല്ലാം കൊണ്ടുപോകാൻ. എന്നാൽ ആ കർത്താവിൻ്റെ കൃപയാൽ എല്ലാം വണ്ടിയിലിട്ട് ഇങ്ങനെ കൊണ്ടുപോയി നാഗർകോവിൽ ചെല്ലുമ്പോൾ 8:30 അവിടെ നിന്ന്
നേരെ രാമേശ്വരത്തിൽ പോകാൻ പറ്റത്തില്ല. ഇന്നാണ് അവിടെ പാമ്പൻ പാലമുള്ളത്. മുമ്പ് ട്രെയിൻ മാത്രമേ പോകത്തുള്ളൂ. അതുകൊണ്ട് ബസ് സ്റ്റാൻഡ് മണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് 8:30 കയറിയ ഞങ്ങൾ നിന്നും ഇരുന്നും കൃപയാൽ മണ്ഡപത്തിൽ രാവിലെ 4:30 പോയി ചേർന്നു. 4:30 പോയി ചേർന്നപ്പോൾ ഈ ഡിസംബർ മാസം നല്ല എല്ലായിടത്തിലും കടൽ കാറ്റാണ്. ഇങ്ങനെ കാറ്റ് ഭയങ്കരമായി വീശിക്കൊണ്ടിരുന്നു. അപ്പം ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വിറയ്ക്കുകയാണ്. സാരിയുടെ തുമ്പെടുത്ത് അവിടെ മേലിലിട്ട് അവരെ ഇങ്ങനെ മൂടി മറച്ചുകൊണ്ട് 6 മണി വരെ ഇരുന്ന് 6 മണിക്ക് ഒരു ലോക്കൽ ട്രെയിൻ ആ ഭാഗത്തൂടെ കടന്നു പോകും. ആ ട്രെയിനിൽ കയറി ഞങ്ങൾ അതിൻ്റെ മറുകരയിൽ പാമ്പൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി. അവിടെ ഇറങ്ങി ഒരു ആൽമരം ഉണ്ട്. ഇന്നും ആ ആൽമരം അവിടെ ഉണ്ട്. നിങ്ങൾ വന്നാൽ കാണാൻ സാധിക്കും. ആ ആൽമരത്തിൻ്റെ മൂട്ടിൽ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ് കുഞ്ഞുങ്ങളുമായിട്ട്. കർത്താവിൻ്റെ ദാസൻ ഒരു വീട് കിട്ടുമോ എന്നിങ്ങനെ നോക്കുമ്പോൾ വീട് കിട്ടാനില്ല. കൊല്ലംകാരൻ ഒരു സഹോദരൻ ആ വഴിയെ യേശുദാസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ട്, പുള്ളി മലയാളം സംസാരിക്കുന്നത് കണ്ട്, ഞങ്ങൾക്ക് ഭാഷ അറിയത്തില്ല, അല്പം എന്നെക്കാൾ അധികം കർത്താവിൻ്റെ ദാസൻ അറിയാമായിരുന്നു. അവർ ചോദിച്ചു, എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, എന്നടാ മണ്ടത്തരം, ഈ പിള്ളേരെയും പിടിച്ച് ഇങ്ങനെയുള്ള സൂழ்நிലയിൽ ഒരു വീട് കൂടെ വാടകയ്ക്ക് എടുക്കാതെ ഇങ്ങനെ പോകുന്നത് സാധാരണ കാര്യമല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്നാൽ ആത്മീയരായിട്ടുള്ള മക്കൾ ലോകത്തിൻ്റെ കണ്ണിന് ഒരു 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 ഭ്രാന്തനാണ്, ഒരു ഭ്രാന്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളായിരിക്കാം ചില വേള നമ്മൾ ചെയ്യുന്നത്. അത് ആത്മീയർക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. ആ പാടുകളിലൂടെ പോകുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്ന വീരന്മാർക്കും വീരകൾക്കും മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഞങ്ങൾ ഇരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വീടുണ്ട്, അദ്ദേഹം കല്യാണം കഴിയാത്തതാണ്, നിങ്ങളുടെ സാധനങ്ങൾ വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വയ്ക്കാം. ഒരു ചെറിയ ഓടിട്ട വീടാണ്, അവിടെ വയ്ക്കാം. എനിക്ക് മീൻ തൂക്കുന്നതായ ഒരു ഷെഡുണ്ട്, അതിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വന്ന് അവിടെ താമസിച്ചോളിയെന്ന്. രാവിലെ വരും മീൻ അവിടെ തൂക്കാനായിട്ട്. ഏതാണ്ട് ഒരു 10-11 മണി വരെ അവർ മീൻ അവിടെ തൂക്കി വിൽക്കും. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, നിങ്ങൾക്കറിയാം ഈ നമ്മളെ പ്രോൺസ്, കൊഞ്ച് മീൻ, ഇവിടെ എന്ത് പറയുന്ന അറിയില്ല, ആ മീൻ മണം എന്താണെന്നറിയാം. ആ മണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവരങ്ങ് പോകും. പിന്നെ ഞങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെയും കഴുകി അത് ഉണങ്ങിയതിന് ശേഷം ഞങ്ങൾ അകത്ത് കയറും. പിള്ളേരെ വെളിയിലിരുത്തി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു 2 ആഴ്ച അവിടെ താമസിച്ചപ്പോൾ, ഞാൻ ഒത്തിരി വേഗത്തിൽ പോകുന്നതുകൊണ്ട് എല്ലാം പറയാൻ സാധ്യമല്ല. ഓരോ ദിവസവും വൈകുന്നേരത്ത്, പകലെ ഇറങ്ങാൻ പറ്റത്തില്ല, ചൂടിൻ്റെ ഭയങ്കര അഘോരമായിട്ട് വെളിയിൽ ഇറങ്ങാൻ ഞങ്ങൾക്ക് കഴിയാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു വൈകുന്നേരമാകുമ്പോൾ ഞങ്ങൾ വെളിയിൽ പോകും. ഈ പോകുമ്പോൾ ഭാഷ അറിയത്തില്ല, അതുകൊണ്ട് കയ്യിൽ കാശില്ല. പോയി ഇറങ്ങിയപ്പോൾ 5 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 5 രൂപയ്ക്ക് ഒരു 10 ഇഡ്ഡലി കിട്ടി. ഈ ഇഡ്ഡലിയെ വാങ്ങി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു വിധത്തിൽ പിള്ളേർക്കും കൊടുത്ത് ഞങ്ങളും കുറച്ച് കഴിച്ച് ഒരു വിധത്തിൽ ഒരാശ്വാസമുണ്ടായി. അങ്ങനെയാണ് ഇതിനകത്ത് കയറുന്നത്. പിന്നെ കാശില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിള്ളേരിങ്ങനെ വിശന്ന് കരയുകയാണ്. അപ്പോഴെല്ലാം അവരെ ഞങ്ങൾ ആശ്വസിപ്പിക്കും. എപ്പോൾ പോവും വീട്ടിൽ ആഹാരം കഴിക്കാൻ അവർക്ക് ഇഷ്ടമില്ല, അടി കൊടുത്ത് കഴിക്കണം. അങ്ങനെയുള്ള പിള്ളേർ എപ്പോൾ പോവും? ദൈവം അയക്കുമ്പോൾ നമുക്ക് പോകാമെന്ന് കള്ളം പറയാതെ വേണം. അങ്ങനെ പറഞ്ഞ് ഓരോ ദിവസം തള്ളി നീക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പോകും. ആ കടക്കരയിലെ ഓരങ്ങളിൽ സഹോദരിമാരെല്ലാം ഇങ്ങനെ ചുറ്റിപ്പറ്റിയിരുന്ന് കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു പറയാം, കർത്താവിൻ്റെ ദാസൻ ഈ കാർഡ് ബോർഡ് വാങ്ങിച്ച് അതിലൊരു പേപ്പർ ഒട്ടിച്ച് വചനത്തെ ഇങ്ങനെ എഴുതാൻ അറിയത്തില്ല, ബൈബിളിലുള്ള വചനത്തെ ഇങ്ങനെ വരച്ച് വചനം പോലെ എഴുതി അതിനെ എൻ്റെ മേലെ ഒന്നിട്ട് എൻ്റെ പുറകിൽ ഒന്നിട്ട് ഒരു കയറുകൊണ്ട് അവർക്കും അങ്ങനെ ഒന്ന് പുറകിൽ മുമ്പിലിട്ട് പിള്ളേർക്കെല്ലാം ഓരോന്ന അങ്ങനെ ഞങ്ങൾ ഇട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന അതൊരു കാഴ്ച കണ്ടാൽ എല്ലാവരുമേ എവിടെന്നോ പരദേശികൾ വന്നിരിക്കുന്നു എന്നറിയത്തക്ക വിധത്തിലായിരുന്നു ഞങ്ങൾ ഈ മീൻ ഷെഡിലായിരുന്നപ്പോൾ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കൃപയാൽ ആരും ഞങ്ങളെ അറിയത്തക്കവരാരും അവിടെ ഇല്ല. ഈ ഒരു മനുഷ്യനെ പോകെ വേറെ ആരുമേ ഇല്ല. എന്നാൽ ഇതിനകത്തിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയും, ദൈവം എൻ്റെ മക്കളെ, നിങ്ങളെ ഞാൻ
ചുമ്മാ കൊണ്ടുവന്നില്ല, നിങ്ങളെ നാം തനിയെ വിട്ടിട്ടില്ല, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഈ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ 1,00,000 രൂപ കയ്യിൽ തരുന്നതിനേക്കാളും ബലമുള്ള ശബ്ദമായിരുന്നു. ഹല്ലേലൂയ. വൈകുന്നേരത്ത് ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആ സഹോദരിമാർ കൂടിയിരിക്കുന്ന ഇടത്ത് പോയി, വരുവായ് തരുണമിതുവേ അഴൈക്കിരാരേ വല്ല ആണ്ടവരേസുവണ്ടൈ. ഈ ഒരു തമിഴ് പാട്ട് മാത്രമേ ഞങ്ങൾക്ക് 2 പേർക്കും അറിയാവൂ. ഞങ്ങൾ ഈ പാട്ടങ്ങ് പാടും. പാട്ട് പാടിയിട്ട് അപ്പോഴെന്നെക്കാളും അധികം കർത്താവിൻ്റെ ദാസന് തമിഴ് അറിയാം. അവർ കുറച്ച് അറിഞ്ഞ തമിഴിൽ സുവിശേഷത്തെ പറഞ്ഞിട്ട് ഞങ്ങളുടെ പിള്ളേരെ കയ്യിൽ കൊണ്ടുപോയ ട്രാക്ക് എടുത്ത് കൊടുക്കും. അവർ കൊണ്ടുപോയി ഓരോരുത്തർക്ക് കൊടുക്കും. പാവം എവിടെന്നോ വന്നിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മീൻപിടുത്തക്കാരുടെ കയ്യിലുള്ള പൈസ പോലെ മറ്റാരുടെ കയ്യിലില്ല. അവർ നമുക്കതൊന്നും അറിയത്തില്ല, അതിനു വേണ്ടിയുമല്ല ഞങ്ങൾ കൊടുത്തത്. പിള്ളേരെ ട്രാക്ടർ കൊടുക്കുമ്പോൾ പിള്ളേരുടെ കയ്യിൽ എന്തെങ്കിലും അവർ കൊടുക്കും. അതിന് ഞങ്ങൾ ഓഫറിങ്ങായി സ്വീകരിച്ച് ഞങ്ങൾ താമസിച്ച ആ മീൻ ഷെഡിൻ്റെ അടുത്ത് ഉള്ളതായ ഒരു മാർക്കറ്റിൽ നിന്ന് കുറച്ച് അരി മേടിച്ച് ഞങ്ങൾ ഇരുന്നത് ഒരു തെങ്ങ് മരമുള്ള ഒരു തോപ്പിലായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ചൂട്ടോ വിറകൊക്കെ എടുത്ത് എങ്ങനെ കൊണ്ടുവന്ന പാത്രത്തിൽ ഞങ്ങൾ വേവിച്ച് അന്നത്തെ ആഹാരം ഞങ്ങൾക്കതാണ്. കഞ്ഞി കുടിച്ച് വീട്ടിൽ നിന്ന് കുറച്ച് ഊറുക എന്ന് പറയുന്ന പിക്കിൾ കൂടെ കൊണ്ടുപോയി അത് വെച്ചാണ് ഞങ്ങളുടെ ആഹാരം. ഇങ്ങനെ ഓരോ ദിവസവും ഞങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാമനാട്ടിലെ ഒരു കാര്യം കേട്ടു. DG ദിനകരൻ അയ്യ, DGS ദിനകരൻ അവരൊരു മീറ്റിംഗ് നടത്തുന്നു. അവിടെ പോകാനായിട്ട് ആഗ്രഹമുണ്ട്, കയ്യിൽ കാശില്ല. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, സരോജം നമുക്ക് ആ മീറ്റിങ്ങിന് പോകണം. ഞാൻ പറഞ്ഞു, എങ്ങനെ നമ്മൾ പോകും? അത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പോകണം. എങ്ങനെയെങ്കിലുമൊക്കെയാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ പോകും? അത് നമുക്ക് കള്ള ട്രെയിൻ കയറി പോകണം. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടത് പറ്റത്തില്ല, ഞാൻ വരത്തില്ല. അപ്പം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നമ്മളെ വണ്ടിയിനകത്ത് വെച്ച് ഏതെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ, പോലീസ് പിടിച്ചാൽ നമുക്ക് അടിയും കിട്ടും, അല്പം ആഹാരവും കിട്ടും, പോകാമോ എന്ന്. ഞാൻ സമ്മതിച്ചു. കാരണം ആ സ്ഥിതി നിങ്ങൾ ഓർക്കണം. ഞാൻ സമ്മതിച്ച്, ശരി പോകാം. ഞങ്ങൾ പിള്ളേരെ എടുത്തുകൊണ്ട് ഇങ്ങനെ വണ്ടിക്കകത്ത് കയറി. രാമനാട് പോകുന്നതുവരെ ആരും ഞങ്ങളെ പിടിച്ചില്ല. ചെയ്യാൻ പാടില്ലാത്ത കാര്യമെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ സൂഴ്നില അറ്റ്മോസ്ഫിയർ അങ്ങനെ ആയിരുന്നു. ഞങ്ങളവിടെ പോയി ഇറങ്ങി മീറ്റിങ്ങിന് അദ്ദേഹം വന്നു. DGS ദിനകരൻ ഇങ്ങനെ വന്ന് സ്റ്റേജിൽ കയറിയ ഉടനെ പുള്ളി കുറേ അന്യഭാഷയൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്ന് കുറേ ട്രാക്ട് കയ്യിൽ ഉണ്ടായിരുന്നു, കുറച്ച് പുസ്തകങ്ങളും കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. പുള്ളി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങി. നിങ്ങളുടെ പാസ്റ്ററെ പോലെ അങ്ങോട്ട് അന്യഭാഷ പറയുവാൻ തുടങ്ങി. പുള്ളി അന്യഭാഷ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു വെളിപ്പാട്. മീറ്റിംഗ് ഒന്നും തുടങ്ങിയില്ല, ആരംഭമാണ്. പുള്ളി പറയുകയാണ്, സരോജം എന്ന് വിളിക്കപ്പെട്ട സരോജിനിയെ, നിന്റെ പരിതസ്ഥിതി ഞാൻ അറിയുന്നു. നീ എൻ്റെ ശബ്ദം കേട്ട് നീ കടന്നു വന്നതുകൊണ്ട്, നീ കടന്നു പോകുന്ന പാത നിനക്ക് തന്നെ മറ്റുള്ളവരോട് പറയുവാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള പാതയിലൂടെ നീ കടന്നു പോയാലും ഞാനാണ് നിന്നെ കൊണ്ടുവന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമോ അത് ഞാൻ ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞു. ഈ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ 2 പേരും മുഖത്തോട് മുഖം നോക്കി കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണീരൊഴിച്ചു. ദൈവം നമ്മളോടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മളെ അറിയത്തില്ല. ഞങ്ങൾ അന്നാണ് അദ്ദേഹത്തിൻ്റെ മുഖം കാണുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിന്, ദൈവമക്കളെ, നമ്മൾ എവിടെ ഇരുന്നാലും ദൈവത്തിന് നമ്മളെ അറിയാം, നമ്മളെ പേരറിയാം, നമ്മുടെ അവസ്ഥകൾ അറിയാം. നമ്മളെ മറന്നു കളയുന്ന ദൈവമല്ല. ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സക്കായിയെ വേഗം ഇറങ്ങി വന്ന് ആരും പറഞ്ഞില്ല സക്കായിയാണ് കയറിയിരിക്കുന്നതെന്ന്. കർത്താവിന് നമ്മളെ അറിയാം, നമ്മുടെ പേരറിയാം, നമ്മുടെ അഡ്രസ് അറിയാം, നമ്മുടെ എല്ലാ സൂഴ്നിലയും അറിയുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. പ്രാർത്ഥന കഴിഞ്ഞു.
കർത്താവിൻ്റെ കൃപയാൽ അടുത്തിരുന്നവർ ഞങ്ങൾ കരയുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നതെല്ലാം കണ്ട് അടുത്തിരുന്നവർ എവിടെ നോ വന്നിരിക്കുന്നു, ഇവർക്കൊന്നും ഭാഷയെ അറിയത്തില്ല എന്ന് പറഞ്ഞ് എങ്ങനെയോ കുറച്ച് കാണിക്കുകയോ എന്തോ കുറച്ച് ഞങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്ന് അതിനെ സ്തോത്രത്തോടെ ഒരു സ്തോത്ര കാണിക്കയായി ഞങ്ങൾ വാങ്ങിച്ച് ഉടനെ കൊണ്ടുപോയി കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ അല്പം ആഹാരം കഴിച്ചിട്ട് വന്ന വഴിക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ വന്നു. പാമ്പലിൽ ഇറങ്ങിയപ്പോൾ ഇനി ഒരു ടിക്കറ്റ് എടുത്തു. എന്ത് ടിക്കറ്റാണ്? പാമ്പലിൽ നിന്ന് രാമനാട് വരെയുള്ള ഒരു ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ കീറിക്കളഞ്ഞു. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഉറങ്ങിയിരിക്കുകയാണെങ്കിൽ ഈ കള്ള ടിക്കറ്റ് എടുത്ത് കയറിയത് മാത്രമേ കേൾക്കൂ, ഇത് കേൾക്കത്തില്ല. ഇപ്പൊ ഗവൺമെന്റിന് കാശ് പോയി. ഇത് ഞങ്ങൾക്ക് ഫസ്റ്റും ലാസ്റ്റും ചെയ്തതാണ്, ഇതുവരെയും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ അനുഗ്രഹമൊക്കെ പ്രാപിച്ച് ഈ മീൻ ചെട്ടിലോട്ട് വന്നപ്പോൾ അടുത്ത ദിവസം നടക്കുന്ന കാര്യം നോക്കിക്കൊള്ളണം. ഒന്നിനു മേലെ ഒന്നായിട്ട് ആ ഉടമസ്ഥൻ പറഞ്ഞു, ഞങ്ങൾ പോയതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ആരോ പറഞ്ഞു കൊടുത്ത്, നിങ്ങൾ ഈ സഹോദരിയെ ഇവിടെ വെച്ചിരുന്ന ഇവിടെ ഡെലിവറി നടക്കും, പിന്നെ ഇവിടെ മീനൊന്നും തൂക്കാൻ പറ്റത്തില്ല കേട്ടോ, അതുകൊണ്ട് ഇവരെ പറഞ്ഞയക്കണമെന്ന് ആ മനുഷ്യനോട് ആരോ പറഞ്ഞു കൊടുത്തു. ഉടനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വേറൊരു വീട് വാടകയ്ക്കെടുത്ത് പോകുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് പറയുന്നതെന്ന്. സന്തോഷത്തോടെ ഞങ്ങൾ അടുത്ത ദിവസം എല്ലാം പാക്ക് ചെയ്ത് ഇങ്ങനെ ഞങ്ങൾ പോകുന്നു. കയ്യിലിരുന്ന അല്പം പൈസ കൊണ്ട് ഞങ്ങൾ ആ ട്രെയിൻ അവിടെ നിന്ന് അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ 10 രൂപയൊറ്റേ ഉള്ളൂ, 5 രൂപയേ ഉള്ളൂ ഒരാൾക്ക്. അങ്ങനെ ഞങ്ങൾ കയറി രാമേശ്വരത്തിൽ ഇറങ്ങി. ഇപ്പോൾ എവിടെ പോകണമെന്ന് അറിയത്തില്ല. ആൾക്കാർ പറഞ്ഞു ഇവിടെ സത്രങ്ങളുണ്ട്, ആ സത്രത്തിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് അവിടെ താമസിക്കാം. ഒരു സത്രത്തിലോട്ട് പോയി എന്നെ അവിടെ വാറുകാലിൽ നിർത്തിയിട്ട് പപ്പ ഒരു സത്രത്തിലേക്ക് കേൾക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇന്ന് കളക്ടർ വരികയാണ്, അതുകൊണ്ട് ഇവിടെ ആരെയും ഞങ്ങൾ താമസിപ്പിക്കത്തില്ല. ഇനി ഇവിടെ ഈ സത്രം ഇനി മൃഗാലയമായി മാറുകയാണ്, മൃഗങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു ഹോസ്പിറ്റലായി മാറുന്നു, ഇവിടെ ആരും താമസിപ്പിക്കത്തില്ല. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ, യേശു ക്രിസ്തുവിന് ജനിക്കുവാൻ ഒരു സത്രം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടാതിരിക്കുന്ന ഒരു വലിയ കാര്യമല്ല എന്ന് ചിന്തിച്ച് ഇതിലൊന്നും മുഷിഞ്ഞു പോകുവാനോ ക്ഷീണിച്ചു പോകുവാനോ പുറകോട്ട് നോക്കുവാനോ എൻ്റെ ദൈവം ഞങ്ങൾക്ക് 2 പേർക്ക് അനുവദിച്ചതേ ഇല്ല. ഹല്ലേലൂയ. അടുത്ത് പറഞ്ഞു, അത് അവിടെ ഒരു PRC സത്രമുണ്ട്, അവിടെ നിങ്ങൾക്ക് താമസിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളോട് കൂടെ സാധനങ്ങൾ ഞങ്ങൾക്ക് ഉദവി ചെയ്ത് ഒരു സഹോദരി കൊണ്ടുവന്ന് തന്ന് ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ പോയി ഒരു വയസ്സെന്ന അപ്പനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാമെന്ന്. ഓ, നിങ്ങളിവിടെ താമസിക്കാം. എൻ്റെ നിലയൊക്കെ കണ്ടപ്പോൾ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ആ റൂമിൽ പോയി, ഒരു ചെറിയ റൂമാണ്, ഒരു 2 പായി ഓലപ്പായി ഇരിക്കാം, അത്രയുമുള്ള ഒരു സ്ഥലമാണ്. അതിൽ സാധനങ്ങളെല്ലാം ഞങ്ങൾ ഒരു സൈഡിൽ അടുക്കിയിട്ട് ഞാനും എൻ്റെ മോള് 2.5 വയസ്സായ മോളുമായിട്ട് അകത്ത് കിടന്നു. കർത്താവിൻ്റെ ദാസൻ വെളിയിലിങ്ങനെ ഇതുപോലെ ഒരു വരാന്ത, വലിയ വരാന്ത, ആ വരാന്തയ്ക്ക് അപ്പുറം ഡ്രൈവേഴ്സ് കണ്ടക്ടേഴ്സ്. അന്ന് ഇരുന്നതായ ഒരു ഡ്രൈവർ ഇന്ന് ഞങ്ങൾക്ക് സഭയിലെ മൂപ്പനാണ്. എനിക്കറിയത്തില്ല, അദ്ദേഹത്തിന് എനിക്കറിയത്തില്ല. എന്നാൽ അദ്ദേഹം പറയുന്നു, നിങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി അന്ന് കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായി ഇപ്പം ഞങ്ങളുടെ സഭയിലുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ സമയത്ത് ആ വരാന്തയിൽ ആ മുറിയുടെ ഫ്രണ്ടിൽ കർത്താവിൻ്റെ ദാസനും 2 ആൺമക്കളുമായി അവിടെ കിടക്കും, ഞങ്ങൾക്ക് കൂട്ടിന് വേണ്ടി. കഥക് ശരിയായിട്ടുള്ള കഥകല്ല, ഇപ്പോഴും ആ സത്രം ഉണ്ട്, പക്ഷെ അവർ പൊളിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മീൻ ഷെട്ട് ഇപ്പോഴും ഉണ്ട്, ആൽമരമെല്ലാം ഇപ്പോഴും ഉണ്ട്, വന്നാൽ കാണാൻ പറ്റും. എന്നാൽ ഈ സത്രത്തിൽ ഞങ്ങൾ ഏതാണ്ട് കുറച്ച് നാൾ അങ്ങനെ ജീവിക്കുവാൻ തൊക്കെ ഇടയായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് പാമ്പനിൽ ഒരു മണി ഓർഡർ വന്നിരിക്കുകയാണ്, 200 രൂപ. കെയർ ഓഫ് പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാണ് അവിടെ വിട്ടിരിക്കുന്നത്. പപ്പയുടെ പേരെഴുതി. അവിടെ വന്ന് ആ മനുഷ്യൻ വന്ന് പറഞ്ഞു, ഞങ്ങളെ താമസിപ്പിച്ച മനുഷ്യൻ വന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് അത് വാങ്ങിക്കാനായിട്ട് പോകാൻ വഴിയില്ല, ബസ്സിന് പോകണമെങ്കിലും കാശ് വേണം. ഒരു സൈക്കിൾ വാടകയ്ക്കെടുത്ത് ഇങ്ങനെ ചവിട്ടി പോകുകയാണ്. അവിടെ പോയി ആ കാശ് ഒപ്പിട്ട് വാങ്ങി ഫസ്റ്റ് ഒരാഹാരം വാങ്ങി കർത്താവിൻ്റെ ദാസൻ കഴിച്ചിട്ട് ഞങ്ങൾക്കും 2 പാഴ്സൽ വാങ്ങി ഇങ്ങനെ തിരിച്ച് ചവിട്ടി വരികയാണ്. വന്നപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ അവിടെ കിടക്കുകയാണ്, ക്ഷീണിച്ച് തളർന്ന് കിടക്കുകയാണ്. ആഹാരം കൊണ്ട് മുന്നേ വെച്ചപ്പോൾ വിശന്ന് കിടക്കുന്ന
നായ്ക്കുട്ടികൾ എങ്ങനെ കഴിക്കുമോ അതുപോലെ ഞങ്ങളിങ്ങനെ ആഹാരത്തെ കഴിക്കുവാൻ തുടങ്ങി. ഇത് നോക്കി നിൽക്കുകയാണ്, കർത്താവിൻ്റെ ദാസൻ നോക്കി നിൽക്കുകയാണ്. കണ്ട് കർത്താവിനെ സ്തുതിച്ചു. ആ കാശ് ഒരു ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അതങ്ങ് തീർന്നു. പിന്നെ ഞങ്ങൾക്ക് കാശില്ല. പിന്നീട് ഇവർ കാലയിൽ എഴുന്നേറ്റ്, ഞങ്ങൾ വെയിലുള്ളത് കൊണ്ട് എനിക്ക് പോകാൻ തളർച്ച വരും. എന്നാൽ വെയിൽ താഴ്ന്നതിന് ശേഷം ഞാനും പോകും. രാവിലെ ഇവർ പോകുമ്പോൾ കടക്കരയുടേത് എടുത്ത് മീൻ പിടിക്കുന്നതായ ആ മനുഷ്യർ മീൻ പിടിച്ചപ്പോൾ എല്ലാം മീൻ ഇഷ്ടം പോലെ ഉണ്ട്. உங்களுக்கு വേണമാ മീൻ വേണമാ എന്ന് കേൾക്കും. ആമാന്ന് പറയും. വേണ്ടിയത് എടുത്തിട്ട് പോകാൻ പറയും. അവരെടുത്തിട്ട് വരും. കൊണ്ടുവന്ന് ഇതേ സത്രത്തിൽ കയ്യിലുള്ള പാത്രത്തിൽ വെച്ച് ആ മീനിനെ പുഴുങ്ങി ഞങ്ങൾ കഴിക്കും. അതാണ് ഞങ്ങളുടെ ആഹാരം. ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് പ്രസവവേദന വന്നു. ഈ സത്രത്തിൽ ഒരു ടോയ്ലറ്റ് കൂടെ, ഒരു ബാത്റൂം കൂടെ അവിടെ ഇല്ല. എല്ലാവരും അവിടെ ഉള്ളവരൊക്കെ മിക്കവാറും ആളുകൾ വെളിയിലൊക്കെ ഈ ചെടിയിലകത്തൊക്കെ പോകുന്നത്. ആ സ്ഥിതിക്കാണ് ഞങ്ങളും ഇരിക്കുന്നത്. കർത്താവേ, ഈ പരിതസ്ഥിതിയിൽ ഒരു കാര്യം നടന്നാൽ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. രണ്ടുപേരും കൈകളെ പിടിച്ചു. കർത്താവേ, ഒരു വീട് കിട്ടുന്നത് വരെയും നീ ഇതിനെ കുറച്ച് ലോങ്ങായി അത് നീട്ടി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ സെക്കൻഡിൽ കർത്താവ് വേദനയെ മാറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വീട് നോക്കുകയാണ്. വീടുകൾ നോക്കുമ്പോൾ ഓരോരുത്തരും പറയും അത് ഇത്ര രൂപ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീട് കിട്ടാനില്ല. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ മാനേജർ വരികയാണ്. വന്ന് പറയും, നിങ്ങളിവിടെ എത്ര നാൾ കൊണ്ടിരിക്കുന്നത്? ഇവിടെ 3 ദിവസം മാത്രമേ ഇരിക്കാവൂ. നിങ്ങൾ ഇത്രയും നാൾ ഈ വയസ്സ് എന്ന അപ്പച്ചന് നിങ്ങൾ കാശ് കൊടുത്തിട്ടാണോ ഇവിടെ വാടകയ്ക്ക് ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്? നാളെ ഇവിടെ നിന്ന് നിങ്ങൾ കാലി ചെയ്യണം. രാത്രി ഞങ്ങൾ ഇവിടെ പോകുമെന്ന് അറിയത്തില്ല. ഞാൻ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി പറഞ്ഞ്, നിങ്ങൾ വീട് നോക്കി നടന്നല്ലോ, ആശുപത്രിയിൽ പോകുമ്പോൾ അവിടെ ഒരു വ്യക്തി നിങ്ങൾ കിടക്കുകയാണ്. അയാൾ കിടക്കുകയാണ്, കമ്മ്യൂണിസ്റ്റ് ലീഡർ. അദ്ദേഹത്തിന് മനസ്സിലുള്ള മനുഷ്യനാണ്. ഒരു വീട് ലക്ഷ്മണ തീർത്ഥത്തിലുണ്ട്, നിങ്ങൾ പോയാൽ അവർ വീട് തരും, നിങ്ങൾ പോകുക. അവിടെ പോയി നോക്കിയാൽ അയാൾക്ക് ട്രിപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, സംസാരിക്കാൻ പറ്റത്തില്ല. പപ്പ പ്രാർത്ഥിച്ചു, കർത്താവേ ദൈവമേ, ഈ മനുഷ്യന് നീ സുഖം കൊടുക്കണമേ, ബലം കൊടുക്കണമേ. ഇദ്ദേഹം ഞാൻ നാളെ വരുമ്പോൾ എഴുന്നേറ്റ് എന്നോട് സംസാരിക്കത്തക്ക വിധത്തിൽ നീ ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കടന്നു വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവിൻ്റെ കൃപയാൽ രാവിലെ കടന്നു പോയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിരിക്കുകയാണ്. ബെഡിൽ എഴുന്നേറ്റിരിക്കുന്ന ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്, അതിശയങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഈ കേരളത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്, എൻ്റെ ഭാര്യയുടെ സ്ഥിതി ഇതാണ്, ഞങ്ങൾക്കൊരു വീടില്ലാതെ പ്രയാസപ്പെടുകയാണ്, ഒരു വീട് തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും അഡ്വാൻസ് ചോദിച്ചിട്ടില്ല, വാടക പറഞ്ഞില്ല, ഒന്നും പറയാതെ അയാൾ ഒറ്റി വാങ്ങിച്ച ഒരു വീടാണ്. നിങ്ങൾ ഇന്നടത്ത് അതിൻ്റെ കീ ഇരിക്കുന്നുണ്ട്, എടുത്ത് വീട്ടിൽ കയറിക്കോളാൻ പറഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വീട് 1951 കെട്ടിയ ഒരു ഓട്ട് വീടാണ്. വളരെ പഴയ വീടാണ്. ഇപ്പം റീസെൻ്റ്ലി ഒരു 2-3-4 മാസത്തിന് മുമ്പേ ആണ് അതിൻ്റെ മുഖപ്പെല്ലാം പൊളിച്ചിപ്പം വേറെ പുതിയ വീട് അവിടെ വെച്ച്. ഇത്രയും നാൾ ഞങ്ങളും നോക്കും, വരുന്നവരെല്ലാം അവിടെ കാണിക്കുമായിരുന്നു. ആ വീട്ടിൽ അന്ന് ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ പാലസ് പോലെ ഇതൊരു കൊട്ടാരമായി ഞങ്ങൾക്ക് കാണുവാൻ കൊണ്ടിടയായി. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനൊക്കെ ഇന്ന് താമസിക്കുന്നത് ഒരു കൊട്ടാരത്തിൽ താമസിക്കുന്ന പോലെ ഇരിക്കുന്നു. താൻ കെട്ടല്ല, എന്നാൽ കെട്ടാത്ത വീട്ടിൽ താമസിക്കുക ദൈവം അവർക്ക് കൃപ കൊടുത്തതുപോലെ ഒരു രാത്രികാലം ഞങ്ങൾക്ക് അന്തി ഉറങ്ങുവാൻ ഞങ്ങൾക്കും അവിടെ കൃപയാൽ സാധിച്ചു. ഉറങ്ങുവാനും കുടിക്കുവാനും കഴിക്കുവാനും എല്ലാം സാധിച്ചു. എന്നാൽ ഞങ്ങൾക്ക് ഈ വീട് ഒരു പാലസ് പോലെ ഞങ്ങൾക്ക് തോന്നി. അതിനകത്ത് പ്രവേശിച്ചു. കർത്താവിൻ്റെ കൃപയാൽ പിന്നെയും എനിക്ക് വയറ്റ് വേദന ഉണ്ടായി. ഉടനെ ഞങ്ങൾ ഒരു നേഴ്സിനെ പറഞ്ഞു വെച്ചിരുന്നു. അവർ CSI ബാക്ക്ഗ്രൗണ്ടാണ്. പുള്ളിക്കാരി വന്ന് നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് ശരീരത്തിൽ ആരോഗ്യം കിടയാതെ വളരെ ക്ഷീണിച്ചിരിക്കുന്ന, വന്നതിലിരുന്ന് ആഹാരം ശരിയായിട്ട് കഴിക്കാത്തതുകൊണ്ട് വളരെ ക്ഷീണമാണ്. അങ്ങനെയുള്ളതായ എന്നെ വീട്ടിൽ ശുശ്രൂഷിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ആശുപത്രിയിൽ വന്നാൽ ഇഞ്ചക്ഷനോ ഏതെങ്കിലും ഇടുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവർ ഗവൺമെൻറ് നേഴ്സാണ്, അത് അങ്ങനെയെങ്കിൽ സാധിക്കും. ഇന്നും ആ സഹോദരി ജീവിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് ആ സഹോദരി വിശ്വാസിയാണ്. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ
അവർ പറഞ്ഞു എന്നെക്കൊണ്ട് സാധ്യമല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് അവരിറങ്ങി. അപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, 90 വയസ്സായ സാറയ്ക്ക് ഒരു വിടുതലയും സുഖത്തെയും കൊടുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ എനിക്കും ദൈവം ചെയ്യുവാൻ കഴിയും. പുള്ളിക്കാരി ഇറങ്ങി അങ്ങനെ കുറച്ച് ദൂരം അങ്ങ് പോയി ഞങ്ങളുടെ മുറ്റത്തിലോട്ട് അങ്ങ് ഇറങ്ങി നിന്നു. അവിടെ നിന്നിട്ട് പോകാനും മനസ്സില്ല. പുള്ളിക്കാരി അവിടെ നിൽക്കുകയാണ് വരാന്തയ്ക്കടുത്ത്. ഞാൻ ഒരു പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചു. നേരത്തെയുള്ള മക്കളെല്ലാം പ്രസവിക്കുമ്പോൾ കൂട്ടുകാർ, ഞങ്ങളുടെ സ്വന്തക്കാർ, ബന്ധക്കാരെല്ലാം വീട്ടിൽ നിറയെ ഉണ്ടാവും. ഇപ്പോൾ കർത്താവല്ലാതെ ഞങ്ങളും അല്ലാതെ വേറെ ആരുമില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്കൊരു നല്ല സുഖത്തെ അങ്ങ് തന്നാൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി സേവ ചെയ്യും. ഇല്ല എങ്കിൽ എന്നെ പരിശുദ്ധമാക്കി വിശുദ്ധീകരിച്ച് എന്നെ എടുത്തുകൊള്ളണമേ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് തീർന്ന ഉടനെ എൻ്റെ മേൽ അന്യഭാഷ ഇറങ്ങി വന്നു. ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. അന്യഭാഷകളിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേദന അറിയാതെ കുഞ്ഞിനെ പെറ്റെടുക്കുവാൻ കർത്താവ് കൃപ. കൊച്ചിൻ്റെ കരച്ചിൽ കേട്ട് ആ സഹോദരി ഓടി അകത്തേക്ക് വന്നു. കുഞ്ഞിനെയും എന്നെയും എല്ലാ പ്രിമിലറി കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങളെ ശുശ്രൂഷിച്ചു. എന്നാൽ എനിക്ക് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് അന്യഭാഷ നിർത്തുവാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. ഞാനിങ്ങനെ അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ട് കിടക്കുകയാണ്. അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്യഭാഷ സംസാരിച്ചു. പുള്ളിക്കാരിയുടെ ആയുസ്സിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. പുള്ളിക്കാരി പറഞ്ഞു, എന്തോ വെട്ടുവിറയൽ ഇവർക്ക് വന്നു, ഇവരെന്തോ അസുഖമാണ്, ആകെ എൻ്റെ വേലയും പോകും, എല്ലാം പോകുമെന്ന് പുള്ളിക്കാരി ഭയന്നു. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് തന്നെ കിടന്നു. ഇത് കണ്ടതായ സഹോദരി പോയി തൻ്റെ ഭർത്താവ് ഒരു പോലീസുകാരനാണ്, അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു അത്ഭുതം നടന്നു എന്ന്. അദ്ദേഹം ഉടനെ എൻ്റെ ഭർത്താവിനെ തേടി ആ മനുഷ്യനും അവിടെ അടുത്ത ദിവസം തൊട്ട് വരുവാൻ തുടങ്ങി. സുവിശേഷം പറഞ്ഞു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിനെ കടലിൽ കൊണ്ടുപോയി സ്നാനം കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് ആ കുടുംബത്തിൽ അനേകം രക്ഷിക്കപ്പെട്ട് പലരും ഇന്ന് സുവിശേഷ വേലക്കാരാണ്. ദൈവമക്കളെ, നമ്മുടെ കഷ്ടത്തിൻ്റെ നടുവിൽ, നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിൽ, ആരും സഹായിപ്പാൻ കഴിയാത്ത നേരത്തിൽ നമ്മളെ വിടുവിപ്പാൻ ഒരു സ്വർഗം ഇറങ്ങി വരും. ഒരു സ്വർഗം ഇറങ്ങി വരും. നിങ്ങൾ ഭയപ്പെടേണ്ട. എൻ്റെ ദൈവത്തെ സേവിക്കുന്നതിനാൽ നിങ്ങൾക്കൊരു നഷ്ടവും വരത്തില്ല. ഒരു കഷ്ടങ്ങൾ വന്നാലും അതിൽ നിന്ന് ദൈവം വിടുതലാക്കും, സഹായിക്കും. നേഴ്സിനെ എങ്ങനെയോ വീട്ടിൽ പറഞ്ഞയച്ചു. കർത്താവ് പിന്നീട് ആ കുടുംബത്തെ തൊടുവാൻ തുടങ്ങി. അവരുടെ ഒരു മകൻ, ജ്യേഷ്ഠത്തിയുടെ മകൻ ജോലി കിട്ടാതെ അവരെ വീട്ടിൽ വന്നിരുന്നു. ആ മനുഷ്യൻ ജോലിയൊന്നുമില്ല, ഇവർക്കും ഇഷ്ടമില്ല ഇവിടെ ഇരിക്കുന്നത്, വീട്ടുകാർക്കും ഇഷ്ടമില്ല. അവൻ ഒരു പ്രാവശ്യം അവൻ തീരുമാനിച്ചു, ഇനി എനിക്ക് ഇവിടെ ജീവിക്കണ്ട, മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയാൽ ചില നാളുകൾക്കപ്പുറമായി ഈ മനുഷ്യനെ പോയി ഞങ്ങൾ കാണാൻ, ചുമ്മാ ആ വീട്ടിൽ പോയി അവർ ചെയ്ത നന്മയ്ക്ക് ഒരു നന്ദി പറയാനോ പ്രാർത്ഥിക്കുവാനുമായി കടന്നുപോയി. ആ വ്യക്തിയെ കണ്ട ഉടനെ, ഒരു നാളും ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ ആ വ്യക്തിയെ കണ്ട ഉടനെ ദൈവം അവന് ചില കാര്യങ്ങൾ പറഞ്ഞു. നീ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതി, നിൻ്റെ ജീവിതത്തെ വെറുത്തുകൊണ്ട് നിനക്കിനി മുന്നോട്ടൊരു യാത്രയില്ല, മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് നീ ഇരിക്കുന്നതായി ഈ സ്ഥിതിക്ക് എൻ്റെ കർത്താവ് നിനക്ക് മാറ്റം വരുത്തും. നീ എൻ്റെ യേശുവിനെ വിശ്വസിച്ചാൽ നിനക്ക് വിടുതലുണ്ട് എന്നവൻ്റെ രഹസ്യ കാര്യങ്ങളെ പറഞ്ഞപ്പോൾ ഇവർക്ക് ആരാണ് പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞവൻ അപ്പോൾ തന്നെ മുട്ടുമടക്കി കർത്താവിനെ സ്വീകരിച്ചു. ആ മനുഷ്യൻ ഞങ്ങളെ ആദ്യ ഫലമായി ഇന്നൊരു പാസ്റ്ററായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പ്രസവത്തിന് ശേഷം ഒരു 10 ദിവസം പോലും ഒരു നേരം പ്രോപ്പറായി ഒരു കണ്ടിന്യൂസ് ആയി കഴിക്കുവാൻ കഴിയാതെ വണ്ണം വളരെ പ്രയാസത്തിലായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, 10 ദിവസം കഴിഞ്ഞ് 14-ാമത്തെ ദിവസത്തിലിരുന്ന് കുഞ്ഞിന്
പാലില്ലാതെ അത് കഷ്ടപ്പെടുവാൻ തുടങ്ങി. അവളെ എങ്ങനെയെങ്കിലും ജീവനെ പിടിച്ചിടുവാൻ വേണ്ടി വെള്ളം തിളപ്പിച്ച് ബോട്ടിൽ അടച്ച് അവൾക്ക് കൊടുത്ത് ജീവൻ പിടിച്ചിട്ട് എപ്പോഴെങ്കിലും കിടച്ച ഇവിടുത്തെ പോലെ അല്ല, ടിന്ന് കണക്കല്ല, അവിടെ 25 ഗ്രാം 50 ഗ്രാം ഇങ്ങനെ പാൽപ്പൊടി വാങ്ങാൻ കിട്ടും. അല്പം പാൽപ്പൊടി വാങ്ങി കലക്കി ആ കൊച്ചിന് കൊടുത്ത് വളർത്തിയ മകളാണ് 4ാമത്തെ മകൾ മേരി ക്രിസ്റ്റീനാൾ. ഹല്ലേലൂയ. ഇന്ന് അവള് ഒരു പാസ്റ്ററുടെ ഭാര്യയായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിൻ്റെ വേല തുടർന്നു കൊണ്ടിരിക്കുന്നതായ ആ സമയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം ഇറങ്ങി വരുവാൻ തുടങ്ങി. ഉപദ്രവങ്ങൾ ഒരു സൈഡിൽ, പട്ടിണി കഷ്ടം വേറൊരു സൈഡിൽ. എന്നാൽ ചില ജീവിതങ്ങളെ പിശാചിൻ്റെ പിടിയിൽ നിന്ന്, രോഗത്തിൽ നിന്ന് ദൈവം അവിടെ മാനസികമായ പ്രശ്നത്തിൽ നിന്ന് ദൈവം ഇങ്ങനെ രക്ഷിക്കുവാൻ തുടങ്ങി. ആൾക്കൾ ഇങ്ങനെ കൂടുവാൻ തുടങ്ങി. ആൾക്കൾ കൂടെ പ്രതികൂലങ്ങൾ എതിർപ്പുകളും കൂടിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ചുരുക്കമായി പറഞ്ഞാൽ 1.5 വർഷം ഞങ്ങൾ എല്ലാവരും, മക്കളും ഞങ്ങളും, ഒരു നേരത്തെ ആഹാരം ശരിയായിട്ട് കഴിപ്പാൻ സാധ്യമല്ലാത്ത നാളുകളായിരുന്നു. ഞങ്ങളിരിക്കുന്ന ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ, മറ്റൊരു ഉടമസ്ഥനുണ്ട്, അവൻ്റെ മകൻ, ഇവരെ ഒറ്റയ്ക്ക് വാങ്ങിയതാണ്. ആ മനുഷ്യൻ കുടിച്ചിട്ട് അടിക്കടി എന്ന് പറയും, ഞങ്ങളുടെ വീട് കാലി പണിപ്പോ, ഇங்கே ഒന്ന് സത്തം പോടക്കൂടാതെ എന്നെല്ലാം പറയും. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞങ്ങളതിനൊന്നും ഭയപ്പെടാതെ കഷ്ടതയോ പട്ടിണിയോ എന്തായാലും ക്രിസ്തുവിന് വേണ്ടി മുൻ ചെല്ലണം. ഈ ഒരു തീരുമാനമാണ് നമ്മളെ കർത്താവിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയാൽ 8 വർഷം മഴയില്ലാതിരുന്ന ഞങ്ങൾക്ക് അടുത്ത വർഷം തൊട്ട് മഴയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. മഴ വന്നു സന്തോഷം. എന്നാൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, വീടെല്ലാം ഇങ്ങനെ ഒഴുകുന്ന ഇടമാണ്. രാത്രിയെല്ലാം ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓലപ്പായെടുത്ത് ഇങ്ങനെ തലയിൽ വെച്ചുകെട്ട് അവിടെ ആ മൂലയിൽ ഒതുങ്ങിക്കൊള്ളണം, ഇല്ലാതെ കടന്നുറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഉള്ളതായ ഒരു സ്റ്റേജ്. അതുമാത്രമല്ല, അനേക ഹോളുകളുണ്ട് അവിടെ എവിടെയാ. അതിൽ ഈ മഴവെള്ളം പോയി ഇറങ്ങിയപ്പോൾ തേളുകൾ ഇങ്ങ് പുറത്തു വരാൻ തുടങ്ങി. ആ പുറത്തു വരുന്ന തേളുകളെ ഈ 2 കുഞ്ഞുങ്ങളും ചേർന്ന് ഓരോന്നാ തല്ലിക്കൊല്ലാൻ തുടങ്ങി. ഏതാണ്ട് 92 കൊച്ചുമക്കൾ, അവരുടെ അപ്പൻ, അവൻ്റെ അപ്പൻ്റെ അപ്പൻ, എല്ലാവരും ചേർന്ന് 92 തേളുകളെയാണ് കൊന്ന് ഞാൻ എണ്ണി നോക്കിയപ്പോൾ. ഹല്ലേലൂയ. അതുമാത്രമല്ല, ഒരു സൈഡിൽ അവർ മീൻ പിടിക്കുന്ന മനുഷ്യരാണ്. അവർ വലയെ കൊണ്ടുപോയി അവിടെ ഇട്ടിരുന്നപ്പോൾ അവിടെ ഒരു പാമ്പ്, നല്ല പാമ്പ് വന്ന് അവിടെ കിടക്കുകയാണ്. ഞങ്ങളെ കാണുമ്പോൾ അതിങ്ങനെ എത്തി നോക്കും. ഞങ്ങൾ നോക്കുമ്പോൾ അത് പിന്നീട് പോകും. ഇങ്ങനെ പല നാളുകൾ ഇതിനെ കൊല്ലാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ കിടന്ന് ഒരു ദിവസം ഇത് പറഞ്ഞ്, ഈ മനുഷ്യരോടുകൂടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാമെന്ന് പറഞ്ഞ് അതങ്ങ് ഓടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞങ്ങൾ സ്വസ്ഥമാണ്. ഹല്ലേലൂയ. തേളുകളും പാമ്പുകളോ ഞങ്ങൾക്ക് ഒരു ദോഷവും, ഞങ്ങൾക്കോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ ഒരു ദോഷവും വരുത്തിയില്ല. ഹല്ലേലൂയ. അതേ വീട്ടിൽ 79 89 വരെ അതേ വീട്ടിൽ തന്നെ താമസിച്ചു. ഒരു ബാത്റൂമോ കക്കൂസോ കിടയാതെ. ഞങ്ങളും വെളിയിൽ തന്നെ പോകണം. പബ്ലിക് PhD அவங்க ഉണ്ടാക്കിയിരിക്കുന്ന അടുത്ത് പോകണം. ഒരു റോഡ് താണ്ടി പോകണം. വയറ്റിന് ഭയങ്കര അസുഖങ്ങൾ, ചൂട് കൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാം അതെല്ലാം ഇപ്പോൾ പബ്ലിക്കാ പറയാൻ കഴിയത്തില്ല. ആ വിധത്തിലുള്ള ഞെരുക്കം കടന്നുപോയി. കർത്താവിൻ്റെ കൃപയാൽ അദ്ദേഹത്തോട് പറഞ്ഞ് ഒരു ടോയ്ലറ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞതായ കാര്യം, നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളി, നിങ്ങൾ പോകുമ്പോൾ എടുത്തോണ്ട് പോയി. ഹല്ലേലൂയ. കുടിക്കുന്ന വെള്ളം അടുത്ത് പൈപ്പിൽ പോയി ഞങ്ങൾ വെള്ളം എടുക്കണം. അവിടെ സഹോദരിമാർ തമ്മിൽ ചീത്ത വിളിക്കുകയും അവർ തമ്മിൽ അടിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞ്, ദയവ് ചെയ്ത് ഇവിടെ ഉള്ള ഈ ഉപ്പ് വെള്ളം കുടിച്ചാലും മതി, അത് വേണ്ട. ഈ ഉപ്പ് വെള്ളം, ഞങ്ങളിരുന്ന വീട്ടിൽ ഒരു കിണറുണ്ട്, അത് ഉപ്പ് വെള്ളമാണ്. അതിനെ ഞങ്ങൾ തിളപ്പിച്ച് അതിനെ ആറിച്ചാണ് ഞങ്ങൾ കുടിക്കുന്നത്. തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേലെ ഇതിൻ്റെ പുറത്തിൽ നല്ല വെള്ള പോലത്തെ പാട അങ്ങനെ നിൽക്കും. അതിനെല്ലാം ഞങ്ങൾ ഇങ്ങനെ അരിച്ചെടുത്തിട്ടാണ് കുടിക്കുന്നത്. ഇത്രയും കാലം ആ പച്ചവെള്ളം, ആ
ഉപ്പുവെള്ളമാണ് കുടിക്കേണ്ടതായിട്ട് വന്നത്. എന്നാൽ ഇതൊക്കെ ഞാൻ പറയുന്നെങ്കിലും ഇതിലൊന്നും ഞങ്ങൾക്ക് ഒരു വിഷമമോ ഒരു കഷ്ടമോ ഒരു പ്രയാസമോ കർത്താവിനെ മുറുമുറുക്കാനോ, എന്തിന് കർത്താവെ ഞങ്ങളെ ഇവിടെ അയച്ചു, ഞങ്ങളെ കുഞ്ഞുങ്ങളും ഞങ്ങളും കഷ്ടപ്പെടാനാണോ എന്നൊന്നും ഒരു ചോദ്യവും ഒരു ദിവസം പോലും ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചിട്ടില്ല. സന്തോഷം. ക്രിസ്തു നിമിഷം അനുഭവിക്കുന്ന പാടുകൾ, കഷ്ടങ്ങൾ, അത് സന്തോഷമെന്ന് എണ്ണി കർത്താവിന് വേണ്ടി പോകുവാനിടയായി. എന്തുകൊണ്ടെന്നാൽ അതിനകത്ത് ഞങ്ങൾ ആരാധിക്കുമ്പോൾ, അതിനകത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അതിനകത്ത് ജനങ്ങൾ കടന്നു വന്നു ആരാധിക്കുവാൻ തുടങ്ങി. ആരാധിക്കുമ്പോഴെല്ലാം ദൈവം പ്രവചനത്തിലൂടെ, ദൈവശബ്ദങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു. ആ നദി ഒഴുകിക്കൊണ്ട് തന്നെ ഇരുന്നു. ആ നദി പോകുന്നിടത്തെല്ലാം സുഖമുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ആഹാരം വയറ്റിലുണ്ടോ ഇല്ലയോ ഒന്നും പ്രശ്നമില്ല. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നതായ ഒരനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഈ അനുഭവത്തോടെ ഗ്രാമങ്ങളിൽ ഞങ്ങൾ കടന്നു പോകും. ഏതാണ്ട് 42 ഗ്രാമമാണ് ആ രാമേശ്വരത്തിലുള്ളത്. ഈ 42 ഗ്രാമത്തും ഞങ്ങൾ നടന്നു പോകുവാൻ കർത്താവ് ഇടയാക്കി. പല പ്രാവശ്യം സന്ദർശിക്കുവാൻ അനേക ജീവിതങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് ദൈവമക്കളായി ഞങ്ങൾക്ക് തന്നു. അതുമാത്രമല്ല 89 അടുത്ത് ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് ഉണ്ടാക്കുവാൻ തക്കോണം ദൈവം, സ്വർഗത്തിലെ ദൈവം സഹായിച്ചത്. അതിനുശേഷം കർത്താവിൻ്റെ കൃപയാൽ നല്ല കാറ്റ്, നല്ല വെള്ളം, നല്ല 3 നേരം ആഹാരം 89 നിന്നാണ് ഞങ്ങൾക്ക് കഴിക്കുവാൻ തക്കോണം ഇടയായത്. ആത്മാക്കൾ ഇങ്ങനെ ദൈവത്തെ സ്നേഹിപ്പാൻ തുടങ്ങി. ആ വീട് കെട്ടുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായി. 1.5 വർഷം കോർട്ട് കേസ് പറഞ്ഞ് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി. നമ്മൾ കരയം എന്ന് പറയും, അവിടെ സ്വന്തമായിട്ട് വാങ്ങി പട്ടായുള്ളതായി എടുത്ത് അതിൽ വീട് കെട്ടാൻ പാടില്ല. വീടെന്ന് പറഞ്ഞാൽ വലിയ ഹോള് ഒന്നിട്ടാണ് ഞങ്ങൾ കെട്ടി, അവിടെയാണ് ആരാധിക്കാമെന്ന്. അതുകൊണ്ട് പാടില്ല എന്ന് 1.5 വർഷം കോർട്ട് കേസ് പറയുവാൻ തൊക്കെ ഇടയായി. അതിനുശേഷം കർത്താവ് ഞങ്ങൾക്ക് ജയം തന്നു. അതേ ഇടത്തിൽ ഇന്നും താമസിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് അനേകരെ രക്ഷിക്കുവാൻ ദൈവം പ്രാപ്തനായി. ഹല്ലേലൂയ. ഈ കഷ്ടത്തെക്കുറിച്ചെല്ലാം പറയുമ്പോൾ ഇത് തന്നെ ഇന്നും അനുഭവിക്കുന്നു എന്നുള്ള കാര്യം ചിന്തിക്കരുത്. നേരത്തെ പാസ്റ്റർ പറഞ്ഞ പോലെ കർത്താവിൻ്റെ കൃപയാൽ വീട് കിട്ടി തന്നു ദൈവം. ഇതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തതല്ല. നീ ദൈവത്തിന് വേണ്ടി കാലടികൾ എടുത്തു വയ്ക്കുമ്പോൾ നിങ്ങളുടെ എന്താവശ്യമാണെന്ന് സ്വർഗത്തിലെ ദൈവം അറിഞ്ഞ് ദൈവം ചെയ്യുന്നതാണ്. ദൈവം ചെയ്തു. അങ്ങനെ താമസിക്കുക മാത്രമല്ല, ഇനി ചർച്ച് ഇവിടെ ആരാധിക്കാൻ പാടില്ല എന്ന പ്രശ്നമായി. അതിനുശേഷം ഞങ്ങൾക്ക് ചർച്ച് വേണം. വാടകയ്ക്കൊന്നും എടുത്തവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വാടക വീടേ തരാത്തവർ നമുക്ക് വാടക വീട് തരത്തില്ല. നിങ്ങളുടെ കാല് ചവിട്ടുവാൻ 1 അടി നിലം നിങ്ങൾക്ക് സ്വന്തമായി തരത്തില്ല എന്ന് വെല്ലുവിളിച്ചതായ ജനത്തിന് നടുവിൽ 2 ഏക്കർ സ്ഥലം വാങ്ങാൻ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ. 2 ഏക്കർ വാങ്ങി അവിടെ ഒരു ഷെഡൊക്കെ ഇട്ട് ഞങ്ങൾ ആരാധിക്കുവാൻ തുടങ്ങി. ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ അവിടെ ചില ക്രിസ്തു വിരോധികൾ വന്ന് ഞങ്ങൾക്ക് വഴക്കുണ്ടാക്കി. നിങ്ങളോട് ഒന്ന് കാലി പണി പോകണം, ഇവിടെ ഇരിക്കാൻ പാടില്ല എന്ന് കോർട്ടിൽ കേസ് കൊടുത്തു. പലവിധமான കേസുകൾക്ക് ഞങ്ങൾ പ്രതികളായി മാറി. കോർട്ടിൽ കേസിട്ടു. കർത്താവിൻ്റെ ദാസനെ കോർട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്, കൂട്ടിനകത്ത് നിർത്തിയിരിക്കുകയാണ്. ഈ 2 ഏക്കറോട് ചേർന്ന് 28 ഏക്കർ കിടക്കുകയാണ്. കോർട്ടിൽ നിന്നപ്പോൾ മറുവക്കീൽ പറഞ്ഞു, ഇവർ ഒന്നുകിൽ ഈ 2 ഏക്കർ നിന്ന് മാറണം, ഇല്ലെങ്കിൽ ഈ 28 ഏക്കർ വാങ്ങണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ വിശ്വാസ വീരനായിരുന്നു. വിശ്വാസ വീരൻ. ഒന്നും കയ്യിലില്ലെങ്കിലും എല്ലാം ചെയ്യാൻ വല്ലമയുള്ള ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ വീരനാണ് എൻ്റെ കർത്താവിൻ്റെ ദാസൻ. കൂട്ടിനകത്ത് നിന്നതായ ആ ദൈവദാസൻ പറഞ്ഞു, ഞാൻ 28 ഏക്കർ വാങ്ങിച്ചോളാം. 28 സെന്റ് അല്ല, 28 ഏക്കർ. പ്രൈസ് ദി ലോർഡ്. ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇറങ്ങി വന്നു പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കണം. ഇനി ഇങ്ങനെ ചുമ്മാ നമ്മ ഇരിക്കാൻ പറ്റില്ല. ഇത് നമ്മളോട് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3 പേരുടെ സ്വത്താണ്, നമ്മളത് വാങ്ങണം. ഉടനെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവ് വഴി തുറന്ന് അല്പം അഡ്വാൻസ് കൊടുക്കുവാനോ പത്രം ഇടുവാൻ തക്കോണം ദൈവം കൃപ ചെയ്തു. ആ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ ഒരേ ഉപവാസം
പ്രാർത്ഥന പല തടവേ 40 ദിവസം ഒരു ഉപവാസത്തിൽ ഇരുന്നിട്ടുണ്ട്, 21 ദിവസം ഇരുന്നിട്ടുണ്ട്. ശരി, കർത്താവിൻ്റെ ദാസന് ഇരിക്കാൻ പറ്റുമെങ്കിൽ എനിക്കും കർത്താവ് കൃപ ചെയ്യുമെന്ന് പറഞ്ഞ് ആ സമയത്ത് ഒരു 40 നാൾ ഞാനും കർത്താവിൻ്റെ സന്നിധി ഇരിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ? അതിന് അല്പാൽപമായി ആ കാശികളെ കൊടുക്കുവാനും ഏതാണ്ട് 3.5 വർഷത്തിനകം ഈ 28 ഏക്കറും വാങ്ങാൻ ദൈവം സഹായിച്ചു. അവിടെയാണ് കർത്താവിൻ്റെ ദാസൻ വന്നിട്ട് പോകുന്നത്, ഒരു സെൻറ്റർ. അവിടെ അതിനകത്ത് കർത്താവിൻ്റെ കൃപയാൽ ചർച്ച്, അതുപോലെ സ്കൂള്, അതിനകത്ത് നമ്മുടെ ചിൽഡ്രൻസ് ഹോം, ബൈബിൾ സ്കൂള്, ഇങ്ങനെയുള്ളതായ എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമുക്ക് വരുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം വരുമെന്ന്, ഇതെല്ലാം കിട്ടുമെന്ന് ഓർത്ത് നമ്മളൊന്നും ചെയ്യരുത്. ആ പരിപാടി അത് ദൈവത്തെ കളിപ്പിക്കുന്നതാണ്. ഒന്നും ഓർക്കരുത് എനിക്ക് കിട്ടും. ഇപ്പം കാണിക്ക ഇടുമ്പോൾ ഞാനിത് കൊടുത്താൽ ദൈവാസൻ പ്രാർത്ഥിക്കുന്നു, ഇതിൻ്റെ 1000 മടങ്ങ് എനിക്ക് വരും എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്ക കൊടുക്കണ്ട. അങ്ങനെ നമ്മൾ ദശാംശവും കൊടുക്കണ്ട. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വാസിയായിരുന്നപ്പോൾ 50 പൈസ ഞാൻ ദശാംശം വേർതിരിച്ചവളാണ്. ഇന്ന് വരെയും കൃപയാൽ അന്ന് 50 പൈസ വേർതിരിച്ച ഈ കൈ പല 1000 അങ്ങനെ ദശാംശം വേർതിരിപ്പാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് കൊടുത്ത് ആരും കുറഞ്ഞു പോയിട്ടില്ല. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്കുള്ളത് കൊടുത്തപ്പോൾ അതിൻ്റെ 1000 മടങ്ങ് ദൈവം തിരിച്ചു തന്നു. തിരിച്ചു തരുമെന്ന് പറഞ്ഞ് ഞങ്ങളത് ചെയ്തില്ല. ഇത് ദൈവത്തിന് വേണ്ടി എന്ന് മുഴുവനായി കൊടുത്തു. കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നമ്മളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അത് പണപരമായി മാത്രമല്ല, നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുമെങ്കിൽ ദൈവം എല്ലാ കാര്യത്തിനും നമുക്കൊരു സമാപ്തി വരുത്തി തരും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ കണ്ണിനെ കാണപ്പെടുന്നതിന് മാത്രം നമ്മൾ കാണുന്നതിനുള്ള വിശ്വാസം നമുക്ക് പോരാ. കണ്ണിൽ കാണാത്ത കാര്യങ്ങൾക്ക് നമ്മൾ വിശ്വസിക്കണം. അതിനുശേഷം ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. കുഞ്ഞുങ്ങളെല്ലാം പഠിക്കുവാൻ തുടങ്ങി. കടയിൽ ഇവരെ കുഞ്ഞുങ്ങളൊക്കെ ആൺമക്കളെ പപ്പ കൊണ്ടുപോകും. ഞാൻ പെൺമക്കളെയും കൊണ്ട് ഇങ്ങനെ സഹോദരിമാരോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി. വീട്ടു പ്രാർത്ഥന, അതുപോലെ പല കാര്യങ്ങൾ ചെയ്യും. ഒരിടത്ത് ഒരു വീട്ടു പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെതായ ഒരു വലിയ പ്രവർത്തന നിമിത്തമായി ആ വീട്ടുകാർ ഒരു 10 സെൻറ്റ് ഇടം അവിടെ ഒരു ചർച്ച് വയ്ക്കണമെന്ന് പറഞ്ഞ് ഫ്രീ ആ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിൻ്റെ പ്രവർത്തനം വരുമ്പോൾ അത് ഞങ്ങൾ ചോദിച്ചില്ല, അവരാ പറഞ്ഞ് ഇവളോ പ്രവർത്തനം ഇവിടെ നടക്കുന്ന ഞങ്ങളുടെ കണ്ണ് കാണുന്ന ഞങ്ങളുടെ ദേശത്തും ഒരു ചർച്ച് വേണം. ഹല്ലേലൂയ. ഒരു പൈസ ഞങ്ങൾ കൊടുത്തില്ല, അവർ ഫ്രീ ആ തന്നു. ഹല്ലേലൂയ. ഇങ്ങനെ പല വിധത്തിൽ ശുശ്രൂഷകൾ വ്യാപരിക്കുവാൻ തുടങ്ങി. ഈ ശുശ്രൂഷകൾ വ്യാപരിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും വളരെ തലവലിയാണ്. അവിടെ ഉള്ളവർക്ക് ഞങ്ങളൊരു വലിയ നീണ്ട ഷെഡ് കെട്ടിയിരുന്നു. അവിടെ ആരാധിക്കുക, ജനങ്ങളെ ട്രെയിനിങ് ചെയ്ത് അയക്കുക. ഈ സ്ഥലം വാങ്ങിയതിന് ശേഷം അതിൽ 2 പേര് ഫാസ്റ്റിംഗ് പ്രേയറിലിരുന്ന്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ മകൻ, 2ാമത്തെ മകൻ യൂത്ത് വിത്ത് വിഷനിൽ അവനെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം യൂത്ത് വിത്ത് വിഷനിൽ അവനെ അയച്ച് അവൻ വരുമ്പോൾ സ്നേഹിതരുമായി വന്ന് അവിടെ സുവിശേഷം അറിയിക്കാൻ ഇങ്ങനെ ട്രാക്ടർ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവനെ 4 പേര് ചേർന്ന് റോഡിൽ പിടിച്ച് തള്ളിയിട്ട് അവൻ്റെ പുറത്തിങ്ങനെ ചവിട്ടി. പാസ്റ്റർമാരുടെ പിള്ളേർക്ക് ഇങ്ങനെ 2 ചവിട്ട് കിട്ടിയ അവർ പറയും, എൻ്റെ പപ്പേ എനിക്കിത് വേണ്ട, എനിക്ക് ഈ ചവിട്ടൊന്നും കൊള്ളാൻ വയ്യ, എനിക്ക് വയ്യ. ഈ ചവിട്ട് വാങ്ങിക്കൊണ്ട് തിരിച്ച് അവൻ ട്രാക്ടർ കൊടുത്തു. അടുത്ത ദിവസം ഈ ചവിട്ടിപ്പിച്ചവൻ ആ വഴിയെ നടന്നു പോയപ്പോൾ അവൻ ഇനി ഒരിടത്തു നിന്ന് ട്രാക്ടർ കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. അവനെ വിളിച്ചു, തമ്പി ഇവിടെ വാ, போய் உனக்கு வேற வேலை கிடையாதா? உனக்கெல்லாம் அடி கொண்டாலொன்னும் சரியாகத்தில்ல. இயேசுவை சிலுவையில் அறைந்தது போல உன்னை அறைந்தால் தான் சரியாகும். நீ சும்மா இந்த கடலாசு கொடுத்துட்டே இருக்கல, டெய்லி நான் 50 ரூபா தரேன் வா. അവൻ പറഞ്ഞതായ വാക്ക്, അങ്കിൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണിത്, ഇത് തന്നെ ഞങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. பார்த்துக்கோ, நான் சொல்லித்தர்றேன் എന്ന് ചൊല്ലി അവനോട് സവാലിട്ട്. എൻ്റെ 2ാമത്തെ മകൻ ഇസ്രായേൽ
സവാലിട്ടിട്ട് പോയി. 19 ദിവസം ആയപ്പോൾ ഞങ്ങളുടെ ഈ നീണ്ട ഷെഡിൽ അനേകരെ ട്രെയിനിങ് ചെയ്ത് ഞങ്ങൾ അയച്ചതായ ഒരു സ്ഥലമാണ്. അതിനെ രാത്രികാലം വന്ന് ഒരു തീപ്പെട്ടി അടിച്ച് പെട്രോൾ ഊട്ടി അത്രയും ചുട്ടരിച്ചു. അതിനകത്ത് 3 പേര് കടന്നുറങ്ങി. ഏതാണ്ട് ഒരു 12-1 മണിയാകുമ്പോൾ അതിൽ ഒരാൾ 2 പേര് ഫാസ്റ്റിംഗ് ഇരിക്കുന്നവർക്ക് കാപ്പി ഇട്ട് കൊടുക്കുന്ന ആളാണ്. അവിടെ അപ്പം കറണ്ടൊന്നുമില്ല, രാത്രിയാണ്. ഒരു സൈക്കിൾ വെളിയിലുണ്ടായിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ വലിച്ചെടുത്ത് കുടിക്കുന്നതാണ്. ഈ രാത്രി ഇങ്ങനെ തീ കത്തിച്ച് ഇവർ തീ കത്തിക്കുന്നതിന് മുമ്പ് കിണറ്റിൽ കയറിനെ അറുത്ത് കളഞ്ഞു. പിന്നെ സൈക്കിളിൻ്റെ ബാൾട്ട് ഊരിക്കളഞ്ഞു. രാത്രി വന്ന് ഇങ്ങനെ തീ കൊളുത്തിയപ്പോൾ ഈ 2 ഫാസ്റ്റിങ്ങിലിരുന്നവരങ്ങ് നല്ല മയക്കം പിടിച്ചങ്ങ് ഉറങ്ങുകയാണ്. ഈ കാപ്പി പോടുന്നതായ ഇട്ട് കൊടുക്കുന്ന ആ മനുഷ്യൻ പറഞ്ഞ്, ഇതാ യേശു വந்தார், യേശു വந்தார், യേശു വந்தாർ. വെളിച്ചം കണ്ടപ്പോൾ അവിടെ കിടന്ന് കത്തുകയാണ്, യേശു വந்தார், യേശു വந்தாർ. മറ്റുള്ളവർ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ യേശു അല്ല വന്നത്, അവിടെ തീ കത്തുകയാണ്. സ്തോത്രം. അപ്പോഴാണ് ഈ കഷ്ടത്തിൻ്റെ നടുവിൽ കുറേ ബെഞ്ച് ഡെസ്ക് എല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതായ ആ സ്ഥലത്ത് ഇപ്പോഴും അതിൻ്റെ 1-2 ഡെസ്കും ബെഞ്ചും അവർ വലിച്ച് ദൂരെ വീശിയതിന് കെട്ടി ബാക്കിയെല്ലാം എരിഞ്ഞ് തകർന്നു പോയി. അത് ഈ പുസ്തകത്തിൽ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ എല്ലാം എരിഞ്ഞ് തകർന്ന് അവർ തീ അണയ്ക്കാൻ കൊണ്ടുവന്നതായ ആ വണ്ടിയിൽ വെള്ളമില്ല. പിന്നെ വെള്ളം അടച്ചിട്ടിങ്ങ് വന്നപ്പോൾ എല്ലാം തീർന്നു. ഇങ്ങനെ ഒരു പനമരത്തിൻ്റെ ചട്ടങ്ങൾ ഇങ്ങനെ എരിഞ്ഞുകൊണ്ട് നിന്ന് ലാസ്റ്റ്. അപ്പോൾ ഈ ചെയ്യിപ്പിച്ചതായ മനുഷ്യൻ പറയുകയാണ്, ഇതെല്ലാം ചെഞ്ചതിനാൽ എനിക്ക് മനസ്സിന് സന്തോഷമില്ല. ആ പെന്തക്കോസ് ലീഡറിൻ്റെ തലയെ വെട്ടിയെടുത്താലേ എനിക്ക് സന്തോഷം വരും. അയാൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ് ഒരു 20 ദിവസം കൂടെ ആയില്ല, ചില പാർട്ടി നേതാക്കൾ ഇവൻ്റെ തലയെ വെട്ടി. ദൈവപിള്ളയെ, ദൈവമക്കളെ, നിന്നെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാൽ, നിന്നെ തകർക്കണമെന്ന് വിചാരിച്ചാൽ നീ തകരത്തില്ല, നീ തകരത്തില്ല. ദൈവം നിനക്ക് പകരമായി ആര് വിതയ്ക്കുന്നുവോ അവരറുക്കും. 1 മാസം ഒരു ഞരമ്പിൻ്റെ ബലത്താൽ അദ്ദേഹം കിടന്നു. ഞങ്ങളാണ് അത് ചെയ്തുവെന്ന് ഒത്തിരി ദൂഷണം ഒക്കെ പറഞ്ഞു പരത്തി. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ അത് ഞങ്ങളവിടെ ഇല്ല. വേറൊരു സ്ഥലത്ത് ഒരു സച്ച് തുറക്കാനായിട്ട് ഞാനും എൻ്റെ കർത്താവിൻ്റെ ദാസനും പോയിരുന്നു. എന്നാൽ ഞങ്ങൾ വന്നപ്പോൾ ഇത് കേൾവിപ്പെട്ടു. ഭയങ്കര പ്രശ്നമായി. എന്നാലും ദൈവദാസൻ അവിടെ ഹൃദയം, ഒരു നല്ല ഹൃദയമുള്ള ഒരു ദൈവദാസനാണ്. അവർ പറഞ്ഞു, സരോജം, നമ്മൾ പുള്ളി ആശുപത്രി കിടക്കുകയാണ്, നമ്മൾ പോയി അവർക്കൊന്ന് പ്രാർത്ഥിക്കാമോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങളുടെ വിശ്വാസിയായ ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്റർ, ഉങ്ക കേരളം കിടയാതെ ഇത്, இங்கே உள்ளவங்களெல்லாம் பெரிய வைராக்கியசாலிகள், எதையும் செஞ்சிருவாங்க, நீங்கள் போய் பார்த்துட்டு வெளியில் வர முடியாது, அதனால் நீங்கள் போக வேண்டாம்னு പറഞ്ഞു. മനസ്സിലായോ? ഞങ്ങൾ പിന്നെ പോയില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കർത്താവേ, ജീവനെ കൊടുത്തു ഒരു 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 സുവിശേഷ വേലനക്കാരനായി ആ മനുഷ്യനെ നീ മാറ്റണം, അല്ല നിൻ്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യണമെന്ന് കർത്താവിൻ്റെ കരങ്ങൾ കൊടുത്തു. അദ്ദേഹം മരിച്ചു. അദ്ദേഹമാണ് ഞങ്ങളുടെ ആദ്യകാലത്തിലെ ഭയങ്കര പ്രയാസങ്ങളും പ്രതികൂലങ്ങളും. ട്രാക്ട് കൊടുക്കാൻ പോകുന്നവരെ ട്രാക്ട് വലിച്ചു കയറുക, അത് സഞ്ചി കൊണ്ടുപോയി ആ സഞ്ചിയെ എടുത്തുകൊണ്ട് പോവുക, പലവിധ കാര്യങ്ങൾ ചെയ്ത് ഒത്തിരി സഹോദരന്മാരെ സഹോദരികളെ കഷ്ടപ്പെടുത്തിയതായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ മരണത്തോടെ അവിടെ ഒരു ശമനം വന്നു, ഒരു അമതി വന്നു. ഇപ്പം അത്രയും വലിയ പ്രയാസം കിടയാതെ. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാല് ഉയർത്തിക്കൊണ്ടുവരും, മറ്റു പ്രശ്നം അധികമില്ല. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളിങ്ങനെ ഓരോ ദിവസവും എല്ലാം, ഞാൻ ആഴത്തിലേക്ക് ഇറങ്ങി പോകുന്നില്ല, സർഫസിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. ഓരോ ദിവസവും ഒരു ചെറിയ പുസ്തകം എഴുതുവാനുള്ളതായ അനുഭവങ്ങളുണ്ട് പ്രിയ സഹോദരങ്ങളെ. എന്നാൽ ഞാൻ അത് കടന്നു പോകുന്നില്ല. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളിങ്ങനെ വഴി നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ 2 ടീമായി ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ ആണുങ്ങളെയും കൊണ്ട് പരസ്യയോഗം നടത്താൻ പോകും, ഞാൻ സഹോദരിമാരെ കൊണ്ട് ഞാൻ പരസ്യയോഗം നടത്താൻ പോകും. കർത്താവിൻ്റെ ദാസന് കിട്ടുന്നതെല്ലാം അവർ മേടിച്ചു കിട്ടും, എനിക്ക് കിട്ടുന്നതല്ല ഞാനും മേടിക്കും.
ഞങ്ങൾ സഹോദരിമാർ പോകുമ്പോൾ ഒരിടത്ത് ക്രിസ്മസ് ദിവസമാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അല്പം ഫ്രീഡമുള്ളൂ. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു മനുഷ്യൻ, കൊലപാതകനായ ഒരു മനുഷ്യൻ, അവൻ കടന്നു വരികയാണ്. അവൻ വന്ന് നിർത്ത് ഓം പ്രസംഗത്തെ എന്ത് ചൊല്ലി, എൻ്റെ ഹാൻമേക്കിന് എനിക്ക് ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും സഹോദരന്മാർ ഒരു ഹാൻമേക്ക് വാങ്ങിച്ച് ഇങ്ങനെ തെരുക്കോണുകളിൽ പോയി നിങ്ങൾ പ്രസംഗിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് ചുമ്മാ നിങ്ങളോട് പറഞ്ഞിട്ട് പോകാൻ വന്നതല്ല. എൻ്റെ അനുഭവം നിങ്ങൾക്ക് പകർന്നു തരികയാണ്. നിങ്ങളത് ചെയ്യും, നിങ്ങളത് ചെയ്യും, നിങ്ങൾ ചെയ്യും. നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഉപദ്രവവും കഷ്ടവും കൂടുന്ന സ്ഥലത്ത് ഞാൻ തന്നെ പ്രസംഗിക്കും. ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ പിടിച്ചോണ്ട് അങ്ങ് പോയി. ശരി, നീ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് വിട്ടു. മൈക്ക് അതിൻ്റെ കറങ്ങിക്കൊണ്ടിരുന്ന് പുള്ളിയെ ഒരു കോവർ കഴുത ഓട്ടിക്കുന്ന ഒരു മനുഷ്യനാണ്. പല മർഡർ കേസിൽ അവൻ ജയിലിൽ കിടന്നവനാണ്. ഇപ്പോൾ വന്ന് ഈ മനുഷ്യൻ ഈ കോവർ കഴുതയെ കൊണ്ടുവന്ന് എൻ്റെ മുഖത്തിങ്ങനെ ഇടിക്കുവാൻ കൊണ്ടിടയായി. എൻ്റെ പുറകിൽ സഹോദരിമാരെല്ലാം നിന്ന് ഈ പറഞ്ഞ പോലെ അന്യഭാഷകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ ഇടിച്ചിട്ട് എൻ്റെ 2 പുയത്തിലും കൈവച്ച് താഴ്ത്തി ഒരു ഓട ഒഴുകിക്കൊണ്ടിരുന്ന് അതിലെന്നെ കൊണ്ട് തള്ളിയിടാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഞാൻ വീണില്ല. ഈ മനുഷ്യൻ ഇനി ഇങ്ങനെ നിന്ന കഴുത്ത് വെട്ടിയിരുമെന്ന് പറഞ്ഞു. സഹോദരി നിന്റെ കഴുത്ത് വെട്ടുമെന്ന് പറഞ്ഞാലോ, നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞാലോ, നീ അല്പം പോലും ഭയപ്പെടരുത്. നമ്മൾ യേശുവിന് വേണ്ടി രക്തസാക്ഷികളായി ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരും. എൻ്റെ കർത്താവിൻ്റെ ദാസന് വേറൊരു പേരുണ്ട്, ജീവിക്കുന്ന രക്തസാക്ഷി എന്നാണ്. അവർ പലപ്പോഴും പറയും ഞാൻ രക്തസാക്ഷിയായി മരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാനും പറയും നിങ്ങൾക്ക് അത് സാധിക്കുമെങ്കിൽ ദൈവം എനിക്കും കൃപ തരും. ഞാനും ഒരു രക്തസാക്ഷിയായി മരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നിന്ന് അയാൾ പറഞ്ഞു ഇനി ഇവിടെ നിന്നാ കഴുത്ത് വെട്ടിയെടുക്കുമെന്ന്. അപ്പം ഞാൻ ചിന്തിച്ച് മൈക്കും ഇനി പ്രസംഗിക്കാൻ പറ്റത്തില്ല. കണ്ണടച്ച് ഈ പ്രസംഗത്തിൻ്റെ ബാക്കിയെല്ലാം കൂടെ ഞാനിങ്ങനെ മൈക്കില്ലാതെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഏതാണ്ട് ഒരു 70 പേരിലധികം പേര് ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണടച്ച്, എന്താണ് കണ്ണടച്ചതെന്ന് ചോദിച്ചാൽ കണ്ണ് ഇറുകെ അടച്ച് തുറക്കവേ ഇല്ല. അയാൾ കത്തി എടുത്തുകൊണ്ട് വരുമ്പോൾ എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ അല്പം പിന്നാടി കാലുകൾ എടുത്ത് വയ്ക്കരുത്, അവൻ വന്ന് വേണമെങ്കിൽ വെട്ടിക്കോട്ടെ എന്നുള്ള ചിന്തയോടുകൂടെയാണ് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. ഞാൻ പ്രാർത്ഥിച്ച് കണ്ണ് തുറന്നപ്പോൾ ആ മനുഷ്യനെ അവിടെ കാണാനില്ല. ഹല്ലേലൂയ. നടന്ന സംഭവം. തിരിച്ച് വീട്ടിൽ പോകണോ അടുത്ത് പരസ്യത്തിന് പോകണമോ? ഞാൻ പിള്ളേരോട് പറഞ്ഞ് ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല, നമുക്കിന്നും പോകാം പരസ്യവും. 8 എണ്ണം തീർത്തു, ഇനിയും പോകാം. ഒരു 3 പരസ്യവും കൂടെ ഞങ്ങൾ തീർത്തിട്ട് വീട്ടിൽ വന്നപ്പോൾ ഈ 2 കൈയും എനിക്ക് അനക്കാൻ വയ്യാതെയായി. ഒരു കർച്ചിപ്പ് കൂടെ കഴുകാൻ കഴിയാത്തതായി. ഇന്ന് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്, അന്ന് സോപ്പ് കൊണ്ട് കഴുകാൻ പറ്റാത്ത വിധത്തിൽ 2 കൈയും വേദന. മാത്രമല്ല എൻ്റെ പല്ലുകൾ ഇങ്ങനെ നീണ്ടു വരുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് എനിക്കിരിക്കുന്ന പല്ല് നല്ല പല്ലാണ്. ഹല്ലേലൂയ. ഈ പല്ലുകളെ എല്ലാത്തെയും എടുത്തിട്ട് പ്ലാസ്റ്റിക് പല്ല് വയ്ക്കാൻ എൻ്റെ ദൈവം കൃപ തന്നു. ഇന്നിരിക്കുന്ന പല്ല് പ്ലാസ്റ്റിക് പല്ലാണ്. പക്ഷെ നിങ്ങൾക്കത് തിരിച്ചറിയുവാൻ സാധിക്കില്ലായിരിക്കും. കാരണം എൻ്റെ കർത്താവിന് വേണ്ടി അത് അനുഭവിച്ചതുകൊണ്ട് കർത്താവ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത വിധത്തിൽ കർത്താവ് എനിക്ക് നല്ല പല്ലുകളെ തന്നിരിക്കണം. എത്രയോ പേര് ആക്സിഡൻറ്റിൽ പല്ല് പോകുന്നുണ്ട്, വേറെ പല്ല് വയ്ക്കുന്നുണ്ട്. എത്രയോ പേര് ഓടിപ്പോയി ചുവരിൽ മുട്ടുമ്പോൾ പല്ല് പോകുന്നുണ്ട്, വേറെ പല്ല് വയ്ക്കുന്നുണ്ട്. എൻ്റെ യേശുപ്പന് വേണ്ടി അവൻ്റെ നാമനിമിത്തമായി നമുക്ക് പല്ല് പോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ അതിനൊരു പ്രതിഫലമുണ്ട്. ഇവിടെ ഇല്ലായിട്ടാലും അവിടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വീട്ടിലൊരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൈകൾക്ക് വേദന. ഇവിടെ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞല്ലോ, രോഗികളായിട്ടുള്ളവർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുവിൻ, നിങ്ങൾക്ക് സുഖമുണ്ടാകുമെന്ന്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് രോഗസൗഖ്യം ഉണ്ടാകും. അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൈതട്ടി പാടുന്നതാണ് ഇഷ്ടം, ആത്മാവിലാകുന്ന ഇഷ്ടം. എന്നാൽ കൈതട്ടുവാൻ കഴിയില്ല, ഈ കൈ പൊക്കുവാൻ കഴിയില്ല. ഇതുവരെ തന്നെ പൊക്കാൻ പറ്റും, പിന്നെ പൊക്കാൻ കഴിയത്തില്ല. അങ്ങനെ കൈതട്ടി ആത്മാവിൽ ആരാധിച്ച് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ ഉയർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറേ തുണികൾ കൊണ്ടുപോയി സോപ്പിട്ട് കഴുകാൻ തുടങ്ങി. ഒരു പ്രശ്നവുമില്ല. ഇന്ന് വരെയും കർത്താവ് നല്ല കൈകളെ തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും സാധിച്ചെടുക്കുവാൻ നമ്മളെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. എന്തിനു വേണ്ടി? ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടുവാൻ. എനിക്ക് വേണ്ടിയല്ല, എന്നുടെ സ്വന്തത്തിന് വേണ്ടിയല്ല, എൻ കുടുംബത്തിന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി ഒരു കൂട്ടം ആത്മാക്കളെ നേടിയെടുപ്പാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്തൊരു സംഭവം കൂടെ എൻ്റെ ഹൃദയത്തിൽ വരുന്നു, അത് ഞാൻ പറയട്ടെ. സമയം അല്പം കൂടുതലാകുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വേഗമായി ധൃതിഗതിയായി പറയാം. ഒരു നാൾ ഞായറാഴ്ച ഇതുപോലെ ആരാധനയ്ക്കിരിക്കുമ്പോൾ അടുത്ത ദിവസം ഒരു ടീം വർക്കിന് പോകണം. സഹോദരന്മാരെല്ലാം പോകുന്നു, അതോട് ചേർന്ന് പാസ്റ്ററും ഞാനും പോകേണ്ടിയായിട്ടുണ്ട്. എന്നോട് ദൈവം സംസാരിച്ചു, സരോജം ഇന്ന് ഈ നാളെ പോകുന്ന ടീമിൽ നീ പോകണ്ട, നീ ഇവിടെ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയാണ്. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് അവരോട് പറഞ്ഞു. അപ്പം ദൈവമാണ് സംസാരിച്ചെങ്കിൽ നീ വരണ്ട, നീ ഇവിടെ ഇരിക്കണം. ദൈവം എന്ത് സംസാരിച്ചാലും അങ്ങനെ ഏറ്റുകൊള്ളുന്ന ഒരു ദൈവദാസനാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാവിലെ ഞങ്ങൾ ഫാസ്റ്റിങ്ങോടെ പ്രേയർ പണിയിട്ട് ഏതാണ്ട് ഒരു 11 മണി വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് കുളിക്കാനായിട്ട് കയറിപ്പോയി. ഒരു സിസ്റ്റർ കുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാപ്പി ഇടാനായിട്ട് പോയി. അവൾ അവിടെ ഒരു ബെഞ്ച് കിടന്ന് അതിൽ അല്പനേരം കടന്നു. ഞാൻ ഈ കുളിമുറി കയറി ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച ഇങ്ങനെ കാണുകയാണ്. എന്താണ് കാഴ്ച? ഞങ്ങളുടെ ഗേറ്റ് തുറന്ന് 4 പേർ ചേർന്ന് ഒരു ശവപ്പെട്ടിയുമായിട്ട് വരികയാണ്. ആ ശവപ്പെട്ടിയിൽ നിന്ന് രക്തം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുകയാണ്. ഇതിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ഞാൻ കാണുന്നു. ഇത് ഞാൻ പെട്ടെന്ന് വെളിയിൽ വന്നിട്ട് ആ സഹോദരിയെ വിളിച്ച്, അവളുടെ പേര് എലിസബത്ത്. അവളാണെങ്കിൽ ഭയങ്കര ഒരു റൗഡിയായ ഒരു സഹോദരിയാണ്. അവൾ ആന ബലമുള്ള ഒരു സഹോദരിയാണ്. അവരെല്ലാം അടക്കി കൊണ്ടുപോകാൻ പറ്റാത്ത ഇതാണ്. പരിശുദ്ധാത്മാവ് അവളിൽ മേൽ വന്നപ്പോൾ അവൾ ഒരു ആട്ടുകുട്ടിയായി മാറി. ഹല്ലേലൂയ. ആ സഹോദരി വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് നമുക്കിനി താമസിക്കാതെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാനും ഒരു മയക്കത്തിൽ ഒരു കാഴ്ച കണ്ടു, ചിലർ അടിക്കുന്നുണ്ട്, കയ്യെ ഒടിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച ഞാൻ കണ്ടു എന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ പലവിധ പ്രാർത്ഥന ഉണ്ട്. അതിലൊരു പ്രാർത്ഥനയാണ് യുദ്ധപ്രാർത്ഥന. യുദ്ധപ്രാർത്ഥന എങ്ങനെയാണ് ചെയ്യുന്നത്? കുന്തവും കോടാലിയും വെട്ടുകത്തിയെടുത്തല്ല ചെയ്യുന്നത്, തോക്കെടുത്തല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് അന്യ ഭാഷകളിൽ വാനമണ്ഡലങ്ങളോ പൊല്ലാத ശക്തികളോട് നാം യുദ്ധപ്രാർത്ഥന ചെയ്യണം. അത് സഹോദരന്മാർക്ക് ആ പ്രാർത്ഥന ചെയ്യുവാൻ കഴിയോ? ഞങ്ങളങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നടന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഞായറാഴ്ച വൈകുന്നേരത്ത് പോയതായ ദൈവദാസന്മാർ കാലയിൽ എഴുന്നേറ്റ് സ്കൂളുകളിൽ ഇങ്ങനെ സുവിശേഷം ബൈബിൾ പുസ്തകങ്ങൾ കൊടുക്കാൻ പോയി. അവിടെ പെർമിഷനോടുകൂടെ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകൻ, 2ാമത്തെ മകൻ ഇസ്രായേലിനെ വേറൊരു സഹോദരനെയും കൂടെ പിടിച്ച് ഒരു വേപ്പ് മരത്തിൻ്റെ മൂട്ടിൽ വെച്ച് അവരെ അടിയെന്ന് അടിക്കാൻ തുടങ്ങി. കണ്ടുകൊണ്ടിരുന്ന ഒരു ടീച്ചർ ഉടനെ ബോധം കെട്ട് അവിടെ കീഴെ വീഴുന്നു. അവരെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ഇവനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്ത മകൻ ബിലിഗ്രാമും പപ്പയുമായിട്ട് വേറൊരു ഭാഗത്ത് പോയിരുന്നു. മറ്റ് ടീം അംഗങ്ങളെ 2-2 ഇങ്ങനെ അയച്ചുകൊണ്ട് ഇവർ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, പാസ്റ്റർ നിങ്ങളുടെ മകനെ ഒത്തിരി അടിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് പോയി അവനെ സഹായിക്കാൻ പോയില്ല എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പോയാൽ ഞങ്ങളെയും കൊല്ലുമെന്നു. അപ്പോൾ കർത്താവിൻ്റെ ദാസന് മനസ്സിലായി എൻ്റെ മോനെ കൊന്നു കഴിഞ്ഞു. അവിടേക്ക്
ഓടി ആ വേപ്പ് മരത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ കണ്ടതായ കാഴ്ച അവനെ അടിച്ചുകൊണ്ടിരിക്കുന്നതായ മകനെ പോയി സഹായിപ്പാൻ പോയി അടുത്ത് നിന്നതായ തൻ്റെ പിതാവിനെ അവരടിക്കുവാൻ തുടങ്ങി. അവൻ്റെ അടിയെ നിർത്തിയിട്ട് പിതാവിനെ അടിക്കാൻ തുടങ്ങി. പിതാവിനെ അടിക്കുന്നത് കാണാൻ അവന് സാധിച്ചില്ല. അങ്ങനെ വേദനയോടുകൂടെ നിന്നു. എന്നാൽ ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നു. ടീച്ചർ ബോധമിട്ടപ്പോൾ കേട്ടതായ കാഴ്ച കേൾവി എന്താണെന്ന് ചോദിച്ചാൽ ആ പയ്യനെ അടിക്കുന്നത് നിർത്തിയോ എന്നാണ് ചോദിച്ചത്. അങ്ങനെയുള്ള അടി അവർ ഈ മോഹനെയും വിടുവിച്ച് വെളിയിൽ വന്നപ്പോൾ അതിനപ്പുറമായി അവിടെ കുറേ പേരെ തൊലി ഉരിച്ചിട്ടേ ഇരിക്കുന്നു ചോദിച്ച്. തൊലിയെ ഉരിക്കുന്ന, ആട്ടിൻ്റെ തൊലി ഉരിക്കുന്ന പോലെ ഉരിക്കുന്നു എന്നാണ് പപ്പയുടെ കാതിൽ കേട്ടത്. ഇങ്ങനെ രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് അങ്ങനെ ഓടിപ്പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ കതവ് അടച്ചിരുന്നു. കതകിനെ കാലുകൊണ്ടൊന്ന് കയറ്റി കതവിനെ തള്ളി അതിനെ തുറന്നതിന് ശേഷം അകത്ത് പോയപ്പോൾ അവിടെ ഈ കണ്ട സഹോദരിയുടെ മകനെ 2-4 പേര് നിന്ന് കയ്യെ പിടിച്ചിങ്ങനെ ഇണിഞ്ഞെടുക്കുവാൻ തക്കോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പിടിക്കുകയാണ്. നീ എന്തുകൊണ്ട് ഇവിടെ വന്ന് സുവിശേഷം അറിയിക്കാൻ നിനക്ക് ഇവിടെ എങ്ങനെ വരാൻ പറ്റും? ആരാണ്? അക്രൈസ്തവർ അല്ല, ക്രിസ്ത്യാനികളാണ്. നാമധേയ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നടന്ന സംഭവമാണ് ഈ പറയുന്നത്. എന്നിട്ട് അവിടെ പോയി ആ ചെറുക്കനെ നിങ്ങൾ അടിക്കലേ വിടണേ എന്ന് പറഞ്ഞ് പപ്പ ഇടയിൽ പോയി വിടുന്നു. അവിടെ പോയപ്പോൾ അവനെ വിട്ടിട്ട് പപ്പയെ ഇങ്ങനെ ഒരു പിടിച്ച് അടിക്കാൻ തുടങ്ങി, ചവിട്ടാൻ തുടങ്ങി. പപ്പ കീഴെ വീഴുന്നപ്പോൾ അല്പം വെള്ളം കൊടുത്ത് പിന്നെയും എഴുന്നേൽപ്പിച്ച് അടിച്ചു. ഇതെല്ലാം ഇങ്ങനെ ഒരു 25 പേർ ചേർന്ന മീൻ പിടുത്തക്കാരാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് ഞങ്ങളെപ്പോൾ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിച്ചുവോ ആ സമയത്ത് 200 മൈലിന് അപ്പുറമുള്ള ഒരു സ്ഥലത്ത് സംഭവിച്ചത് 25 പേരും ഒന്നൊന്നായി അവിടെ ഇട്ടേച്ചു പോയി. ഇപ്പം അവർ മാത്രമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടോ? നിങ്ങൾ എവിടെ ഇരുന്നാലും ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ ഉടനെ മുഴങ്കാൽ മടക്കിക്കൊള്ളണം, ഉടനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങണം. എന്തോ സംഭവം നടക്കുകയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് വിടുതലുണ്ട്. അന്ന് അടികളെ അവരെല്ലാം പോയ ശേഷം ഇവർ പുറത്തു വന്നു. 2 മക്കളും കാൽമുട്ട് ഊത്തി. അന്ന് SSLC വരെ പഠിച്ചവരാണ് അവർ. 2 പേരും മുത്തി, അപ്പാ നിങ്ങളുടെ ഊഴിയത്തെ ഞങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങളുടെ കോളേജിൽ അയക്കണ്ട, ഞങ്ങളെ ബൈബിൾ കോളേജിൽ അയക്കണം. അവരന്ന് തീരുമാനിച്ചു. കൂടെ ഉണ്ടായിരുന്നതായ പലരും മീൻപിടുത്തക്കാരും ഉണ്ടായിരുന്നു. അവരെല്ലാം തീരുമാനിച്ചു. അവരെല്ലാം ഇന്ന് പാസ്റ്റർമാരാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, 2ാമത്തവൻ പാസ്റ്ററാണ്, മൂത്തവൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നവനാണ്. കർത്താവിന് വേണ്ടി തീരുമാനിക്കുവാൻ തുടങ്ങി. എവിടെ ഇട്ട് അവരെ അടിച്ച് ആ വേപ്പ് മരം അടുത്ത ദിവസം തന്നെ പട്ടുപോയി. ഇലകളെല്ലാം കൊഴിഞ്ഞു. നിങ്ങൾ ആ പുസ്തകത്തിൻ്റെ മറുവശത്ത് നോക്കുമ്പോൾ അവിടെ ഒരു പട്ട മരം കാണാൻ കഴിയും. ആ മരത്തെ അവർ ഉടനെ തന്നെ വെട്ടിക്കളയുവാൻ തീരുമാനിച്ചു. അവർ വെട്ടിക്കളയുന്നതിന് മുമ്പേ ഞങ്ങൾ പോയി ഫോട്ടോ എടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? ഈ വേദനയും അടിയും കൊണ്ടതായ ഈ ശരീരത്തോടെ മക്കളെയും ടീമിനെയും കൂട്ടിക്കൊണ്ട് ഇതാ പല ഗ്രാമങ്ങളിലും പിന്നെയും അവർ പോയി. ഞങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല. അന്ന് ഫോൺ വസതിയൊന്നും ഇല്ല. ഇന്ന് തന്നെ ഇഷ്ടം പോലെ കൊച്ചു പിള്ളേരുടെ കയ്യിൽ വരെ ഫോണുണ്ട്. അന്നില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ കടന്നു വന്ന ഉടനെ ഗേറ്റ് തുറന്നിട്ട് ഞാനിങ്ങനെ പപ്പയുടെ മുഖത്തേക്ക് നോക്കി. എന്താണ് സംഭവിച്ചതെന്ന് കേട്ട് ഇവർ കൂടി വന്നവരടുത്ത് നീ കേക്ക് എന്നോട് പറഞ്ഞ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നടന്നു എന്നവർ പറഞ്ഞു. അതിനൊത്തോണം ഞാനും പറഞ്ഞ് ഞങ്ങൾ ഇത്ര മണിക്ക് ഇന്ന നേരത്തിൽ ഒരു യുദ്ധപ്രാർത്ഥന ഞങ്ങൾ ഇവിടെ ചെയ്തു, സഹോദരിമാർ ചേർന്നു. അപ്പോഴാണ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത്, ആ സമയത്താണ് ഞങ്ങളെല്ലാവരും വിട്ടേച്ച് എല്ലാവരും പോയത്, ഞങ്ങൾക്ക് വിടുതലുണ്ടായത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും വീണാ പോകത്തില്ല. അതിനെല്ലാം ഒരു പരിധി. ഇന്നേക്ക് ജീവിക്കുന്ന ഒരു സാക്ഷി ആയ ഒരു സഭ ഇന്ന് അവിടെ എഴുന്നേറ്റിരിക്കുകയാണ്. അതിനൊരു 2-3 ബ്രാഞ്ച് സഭകളും ആ പ്രദേശത്തിൽ എഴുന്നേറ്റിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആത്മഭാരവും ദാഹവുമുള്ള ദൈവത്തിൻ്റെ ജനമേ,
നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പല പാടുകളും കഷ്ടങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ നമ്മളിലൂടെ ദൈവത്തിൻ്റെ നദി ഒഴുകുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില ഫലങ്ങളെ കാണുവാൻ ദൈവം നമുക്ക് സഹായിക്കും.